എല്ലാവർക്കും നമസ്കാരം. സംസ്കൃത സർവകലാശാല സംസ്കൃത സാഹിത്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് എൻഡോവ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രോഗ്രാമിന് വേണ്ടിയുള്ള തുക സമർപ്പിച്ചിട്ടുള്ളത് ധർമ്മരാജൻ സാറിൻ്റെ പത്നിയായിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും സ്നേഹനീതിയായിട്ടുള്ള ടീച്ചർ ടീച്ചറാണ്. ടീച്ചർ സാഹിത്യ വിഭാഗത്തിലെ അധ്യാപികയായിരുന്നു. ടീച്ചറുടെ ആ ഒരു സംസ്കൃത സാഹിത്യ വിഭാഗത്തിനോടുള്ള സ്നേഹവും ആ ഒരു തുല്യം ചാർത്തലുമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന് കാരണമായിട്ടുള്ളത്. ഫണ്ട് സ്വരൂപിച്ച ആ ഫണ്ടിൻ്റെ ആദ്യത്തെ പ്രഭാഷണം ആണ് ഇന്നിവിടെ നടക്കുന്നത്. വർഷം തോറും നടത്തുന്ന ഒരു എൻഡോവ്മെൻറ്റ് പ്രോഗ്രാം. സംസ്കൃത സാഹിത്യ വിഭാഗത്തിൽ ധാരാളം 10-15ഓളം പ്രോഗ്രാമുകൾ, എൻഡോവ്മെൻറ്റ് പ്രോഗ്രാമുകൾ തന്നെ സംസ്കൃത വിഭാഗങ്ങളിൽ തന്നെ നടക്കുന്നുണ്ട്. സാഹിത്യ വിഭാഗത്തിലും അതിലേറ്റവും കൂടുതൽ എൻഡോവ്മെൻറ്റ് പ്രോഗ്രാമുകൾ നടത്തുന്നത് സംസ്കൃത സാഹിത്യ വിഭാഗത്തിലാണ്. എല്ലാം കൊണ്ടും സംസ്കൃത സാഹിത്യ വിഭാഗം മറ്റ് സംസ്കൃത സർവകലാശാലയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന, അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് സംസ്കൃത സാഹിത്യ വിഭാഗം. അക്കാദമിക്കായിട്ടുള്ളതും അല്ലാത്തതുമായ അനവധി പ്രോഗ്രാമുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തുടർ പ്രവർത്തനങ്ങൾ അഡാട്ട് മാഷും അതുപോലെ അതിനു മുമ്പ് മുരളി മാധവൻ സാറും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അനവധി പ്രോഗ്രാമുകളുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് സ്വാഗതം അർപ്പിക്കുന്നത് സാഹിത്യ വിഭാഗത്തിലെ പ്രൊഫസറും അതുപോലെ IQAC ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ ടി മിനിയാണ്. ടീച്ചറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുപ്രഭാതം. നമ്മളിന്ന് ആരംഭിക്കുന്നത് ആദ്യത്തെ ധർമ്മരാജ് അഡാട്ട് എൻഡോവ്മെൻറ്റിലെ ആദ്യത്തെ പരിപാടിയാണിത്. ഇക്കൊല്ലം തൊട്ടാണ് ഈ പരിപാടി നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചു, വിവിധ എൻഡോവ്മെൻറ്റ് പരിപാടികൾ സാഹിത്യ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ തന്നെ പ്രഭാഷണങ്ങളായിട്ട് വരുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ വിഭാഗത്തിലാണ് വരുന്നത്. ഒന്ന് ആദ്യത്തേത് നമ്മൾ നടത്തുന്ന എൻഡോവ്മെൻറ്റിൽ സാഹിത്യം, കല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ട് CM നീലകണ്ഠൻ എൻഡോവ്മെൻറ്റ് നമ്മൾ നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തേത് പ്രൊഫസർ വെങ്കടകൃഷ്ണൻ എൻഡോവ്മെൻറ്റ് അലങ്കാര ശാസ്ത്രം അതുപോലെ സംസ്കൃതത്തിലെ ശാസ്ത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഭാഷണങ്ങളാണ് നടത്താറുള്ളത്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് പ്രൊഫസർ ധർമ്മരാജ് അഡാട്ട് എൻഡോവ്മെൻറ്റ് നമ്മൾ നടത്തുന്നത് ഭാരതത്തിലെ നമ്മളുടെ പഠന മേഖലയിൽ വളരെ ശ്രദ്ധയർപ്പിക്കേണ്ട ഒന്നായിട്ടുള്ള ഭാരതീയ ദർശനങ്ങളുടെ മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഭാഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റീജി ടീച്ചർ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നത്. ഇന്ത്യൻ ദർശനങ്ങൾ, ഇനിയും എത്രയോ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കി നിൽക്കുന്നതായ ഇന്ത്യൻ ദർശനങ്ങളെക്കുറിച്ച്, അവയുടെ ബഹുസ്വരതയെക്കുറിച്ചുള്ള ചിന്തകൾക്കും അതിനുള്ള പ്രഭാഷണങ്ങൾക്കും വേണ്ടിയിട്ട് ആണ് ഈ പ്രൊഫസർ ധർമ്മരാജ് അഡാട്ട് എൻഡോവ്മെൻറ്റ് വെച്ച് ഇങ്ങനെ സമിതി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാഷ്ടെ പ്രവർത്തന മേഖലയും അത്തരത്തിലുള്ളതായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ലോകായുധ ദർശനത്തെക്കുറിച്ചൊക്കെ ഇത്രയും വിശദമായ പഠനങ്ങൾ നടത്തിയുള്ള അധികം ആളുകളില്ല. മാഷ്ടെ പുസ്തകം തന്നെയാണ് മലയാളത്തിൽ ലോകായുധ ദർശനത്തെക്കുറിച്ച് ആദ്യം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മേഖലയിൽ സ്ഥിരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും തൻ്റെ പുസ്തകങ്ങൾ രചനകളിലൂടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഡാട്ട് മാഷ്ടെ എൻഡോവ്മെൻ്റായിട്ട് ഏർപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദർശനങ്ങളെക്കുറിച്ചായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഔചിത്യം. ആ രീതിയിലാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലെ പ്രഥമ പ്രഭാഷണം നടത്താൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് വളരെ ബഹുമാന്യമായ ഒരു വ്യക്തിത്വത്തെ തന്നെയാണ്. കേരളത്തിൻ്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി നയപരമായും അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിച്ച, നമുക്കൊക്കെ സമാദരണീയനായ, ഇതുപോലൊരു വേദിക്ക് പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത പ്രമുഖനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട MA ബേബി സഖാവാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വീകരിക്കുന്നു, ആദരപൂർവ്വം. പിന്നീട് നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ VC
എം.വി. നാരായണൻ സാറാണ്. സാറേയും ഈ ഒരു വേദിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രിയങ്കരനായ VC-യെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് സാഹിത്യ വിഭാഗം HOD അംബിയ ടീച്ചറാണ്. ടീച്ചറെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ മാഷിന്റെ പുസ്തകങ്ങളുടെ പ്രകാശനം, അടാട്ട് മാഷ് രചിച്ച പുതിയ പതിപ്പിറങ്ങുന്നതുമായിട്ടുള്ള പുസ്തകങ്ങളുടെ പ്രകാശനം ഇവിടെ നിർവഹിക്കുന്നുണ്ട്. അതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യയായ PV മുത്തുലക്ഷ്മി ടീച്ചറാണ്. ടീച്ചറെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതുകൂടാതെ ഈ സദസ്സിനെ സമ്പന്നമാക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സുനിൽ P. ഇളയവൻ സാറ്, അതുപോലെ ദേശാഭിമാനിയുടെ പ്രവർത്തകർ, അതുപോലെ മറ്റ് പല മേഖലകളിലുള്ള ഗവേഷകർ, നമ്മുടെ പല വിഭാഗങ്ങളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോരുത്തരെയും സാഹിത്യ വിഭാഗത്തിന് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ സിറ്റിംഗ് മെമ്പറായിട്ടുള്ള രാമമൂർത്തി മാഷ്, അതുപോലെ മണിമോഹൻ സാറൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആയിട്ട് അംബേദ്കറെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വൈസ് ചാൻസലർ ഡോക്ടർ M.V. നാരായണൻ സാറാണ്. മിനി ടീച്ചർ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അക്കാദമിക് രംഗത്ത് എന്നും മുൻപിൽ നിന്നിട്ടുള്ള, എസ്തെറ്റിക്സ് രംഗത്ത് എന്നും നിറസാന്നിധ്യമായിട്ടുള്ള കലയും സംസ്കാരവും എഴുത്തും വായനയും പ്രഭാഷണവും എല്ലാം തൊഴിലായിട്ടുള്ള നമ്മുടെ നാരായണ മാഷാണ് ഇന്ന് നമുക്ക് ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ളത്. മാഷെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യും. സാഹിത്യ വിഭാഗം അധ്യക്ഷ ഡോക്ടർ ഇന്ദിക, സുഹൃത്തും ആദരണീയനുമായ ശ്രീ MA. ഇന്ന് എൻഡോവ്മെൻറ്റ് നടത്തപ്പെടുന്ന നമ്മുടെ മുൻ വൈസ് ചാൻസലറായ ശ്രീ ധർമ്മരാജ് ഡാട്ട്, വൈസ് ചാൻസലർ ഡോക്ടർ K. മുത്തുലക്ഷ്മി, സദസ്സിലെയും വേദിയിലെയും മറ്റ് ആദരണീയരെ, സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഭാഷകൾ പലപ്പോഴും ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽ പലതരത്തിലുള്ള വിപര്യങ്ങൾ നേരിടുക എന്നത് ഒരുപക്ഷെ സ്വാഭാവികമായ ഒരു പരിണതിയാണ്. ഓരോ ദിവസവും അനേകം ഭാഷകൾ മനുഷ്യരാശിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്കുള്ളത്. ഒരു ഭാഷ നഷ്ടപ്പെടുമ്പോൾ കുറച്ച് ആളുകളുടെ ആശയവിനിമയ ഉപാധി നഷ്ടപ്പെടുക മാത്രമല്ല, അതോടൊപ്പം നഷ്ടപ്പെടുന്നത് ആ ഭാഷയിൽ നിക്ഷിപ്തമായതും ആ ഭാഷയിലൂടെ മാത്രം സാധ്യമായതുമായ ഒരു ജീവിത രീതിയും ഒരു സംസ്കാരവും ഒരു ലോകവീക്ഷണവും എല്ലാമാണ്. പലപ്പോഴും വളരെ വിദൂരങ്ങളായ ദേശങ്ങളിൽ, പ്രത്യേകിച്ച് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലുമുള്ള ചെറിയ കൂട്ടങ്ങളുടെ ഭാഷകൾ നഷ്ടപ്പെടുന്നത് പുസ്തകങ്ങളിലൂടെയും മറ്റേതോ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമായി നമ്മൾ വായിച്ചറിയുമ്പോഴും നമ്മുടെ തൊട്ടയൽവക്കത്ത് തന്നെ ഇത് നടക്കുന്ന കാര്യം പലപ്പോഴും നാം ശ്രദ്ധിക്കാവുന്നതുണ്ട്. ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞത് ഭാഷയുടെ നഷ്ടം എന്നത് ഒരു ഭാഷ തന്നെ നഷ്ടപ്പെടുന്നതിലൂടെ മാത്രമല്ല, പലപ്പോഴും ആ ഭാഷയിലുള്ള വിവിധങ്ങളായ വ്യവഹാരങ്ങളെ, വിവിധങ്ങളായ ഭാഷണങ്ങളെ, വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളെ വേണ്ട പോലെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വരുമ്പോഴും ഭാഷയുടെ നഷ്ടം തന്നെയാണ് അതിലുണ്ടാവുന്നത്. ഒരുപക്ഷെ വളരെ ലളിതമായി നോക്കുകയാണെങ്കിൽ ജോർജ് മാത്തൻ മലയാളത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ശാസ്ത്രവും മറ്റു വൈജ്ഞാനിക മേഖലകളിലുമുള്ള ജ്ഞാനങ്ങളെ
വ്യവഹരിക്കാനുള്ള പാങ്ങ് മലയാളത്തിനുണ്ട് എന്ന് കണ്ടെത്തുകയും എന്നാൽ അതിനനുസൃതമായ ഒരു വികാസം മലയാളത്തിൽ വരാതിരിക്കുകയും ചെയ്തതിൻ്റെ നഷ്ടം ഇന്നും ഒരു നിലയ്ക്ക് നാം തുടർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അടിസ്ഥാനപരമായി ജ്ഞാനമേഖല എന്നത് ഒന്നുകിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അത്തരം മറ്റു ഭാഷകളിലോ മാത്രം വിനിമയം ചെയ്യേണ്ടതാണ് എന്ന പൊതുബോധവുമുണ്ട്. ആ പൊതുബോധത്തിനെ സഹായിക്കാൻ ഉതകും വിധം മലയാളത്തിലെ ജ്ഞാനവ്യവഹാരങ്ങളെ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങളുടെ ലോപവും എല്ലാം ചേർന്ന് ഇന്ന് മലയാളം പൂർണ്ണമായ ഒരു വിജ്ഞാന ഭാഷയാവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം നാം എല്ലാം പങ്കുവയ്ക്കുന്നതാണ്. കേൾപ്പുണ്ടെങ്കിലും ആകാൻ കഴിയായി. സംസ്കൃതത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ മറ്റ് ഭാഷകളോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിലേറെ ചരിത്രപരമായ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു വന്നപ്പോൾ വളരെ സമഗ്രമായ ഒരു ദർശന ഭൂമിക തന്നെ സംസ്കൃതത്തിലുണ്ടായിട്ടുണ്ട്. അത് ശാസ്ത്ര വിഷയങ്ങളിലാണെങ്കിലും സാഹിത്യ വിഷയങ്ങളിലാണെങ്കിലും സൈദ്ധാന്തിക വിഷയങ്ങളിലാണെങ്കിലും എന്തിന് അധികം അനുബന്ധമായ ശില്പ നാട്യ വിഷയങ്ങളിലാണെങ്കിലും വൈദ്യ വിഷയത്തിലാണെങ്കിലും വളരെ വളരെ സമ്പന്നമായ ഒരു സൈദ്ധാന്തിക ജ്ഞാനമേഖലകൾ തന്നെ സംസ്കൃതത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദുരന്തമെന്ന് വിശേഷിപ്പിക്കുന്നു എന്നറിയില്ല. പക്ഷെ ഇന്നത്തെ ഒരു വിപര്യം എന്നത് അതിൽ ചില മേഖലകൾക്ക് മാത്രം പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു പല മേഖലകളെയും അവഗണിക്കുന്ന ഒരു പ്രവണത പലപ്പോഴും ഔദ്യോഗികമായ സമീപനങ്ങളുടെ ഭാഗമായി തന്നെ ചിലവയെ ആഘോഷിക്കുകയും മറ്റു ചിലവയെ തമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി, അതിനോടനുബന്ധിച്ച് വളരെ വളരെ ഇടുങ്ങിയ ചില പാരമ്പര്യങ്ങളെ മാത്രം പ്രാധാന്യവൽക്കരിക്കുന്ന ഒരു രീതി ഇന്ന് സംസ്കൃതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. സന്തോഷകരമായ ഒരു കാര്യം എന്നത് ഈ സർവകലാശാലയിൽ അതില്ല എന്നത് തന്നെയാണ്. അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ മറ്റ് സംസ്കൃത സർവകലാശാലകളിൽ നിന്നും മറ്റ് സംസ്കൃത സ്ഥാപനങ്ങളിൽ നിന്നും ഈ സ്ഥാപനത്തെ വ്യത്യസ്തമാക്കുന്നത്. കാരണം ഇവിടെ ബൗദ്ധ ജൈന പാരമ്പര്യങ്ങളാണെങ്കിലും ലോകായത മതമാണെങ്കിലും സംസ്കൃതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് പല വ്യവഹാര മേഖലകളാണെങ്കിലും അതിനെ ആധുനികമായ ഭാഷയിൽ സെക്യുലർ എന്നോ അല്ലെങ്കിൽ നോൺ വേദിക് എന്നോ ഒക്കെ വിശേഷിപ്പിക്കുമ്പോഴും വളരെ സമഗ്രമായൊരു ഭൂമികയെ, സംസ്കൃതത്തിൻ്റെ ഭൂമികയെ ഗൗരവമായി പരിഗണിക്കാനുള്ള ശ്രമങ്ങൾ ഈ സർവകലാശാലയിൽ നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. ആ നിലയ്ക്ക് അതിൻ്റെ ഒരു പ്രകാശനം കൂടിയാണ് ഇന്നത്തെ ഈ എൻഡോവ്മെൻ്റ് ഫംഗ്ഷനും അതുമായി ചേർന്നിട്ടുള്ള പുസ്തക പ്രകാശനങ്ങളും ഇന്ന് നടക്കാൻ പോകുന്ന പ്രഭാഷണം. ആ നിലയ്ക്ക് ഒരർത്ഥത്തിൽ ഒരു തിരുത്തൽ എന്ന നിലയ്ക്ക് സമകാലീനമായി സംസ്കൃതത്തെ ഏത് രീതിയിൽ പ്രകാശിപ്പിക്കപ്പെടുന്നുവോ ആ ഒരു പ്രവണതയ്ക്ക് ഒരു തിരുത്തൽ എന്ന നിലയ്ക്ക് ഈ യോഗത്തെയും ഇതുമായി ബന്ധപ്പെട്ട ചിന്തകളെയും കാണാനാണ് എനിക്കിഷ്ടം. ഏറ്റവും സന്തോഷത്തോടുകൂടി ഇത് ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഉദ്ഘാടനം ചെയ്യുന്നു. അടുത്തതായി പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. ഡോക്ടർ മാഷ് എപ്പോഴും എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള എന്താണോ അത് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് മാഷിന്റെ പ്രധാന ലക്ഷ്യം. നമുക്കൊക്കെ വഴികാട്ടിയായിട്ട് മാഷ് ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെ തന്നെയായിരുന്നു. പലപ്പോഴും കുറച്ചൊരു ദേഷ്യവും അതുപോലെ നമ്മളെയൊക്കെ പല കാര്യങ്ങളിലും നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാഷോട് എന്തോ അത് വേണോ എന്നൊക്കെ തോന്നിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഈ പുസ്തകങ്ങളുടെ എണ്ണവും അതിൻ്റെ പരപ്പും ആഴവും ഒക്കെ കാണുമ്പോൾ എന്തേ നമ്മളൊന്നും ചെയ്തില്ല, മാഷ് കാണിച്ചു തന്നിട്ടും നമ്മളൊന്നും ചെയ്തില്ല എന്ന് തോന്നിപ്പോകുന്ന ഒരു അവസരം കൂടിയാണ്. മാത്രമല്ല ഇതിലുള്ള പല പുസ്തകങ്ങളും 4-ാം പതിപ്പും 5-ാം പതിപ്പും 3-ാം പതിപ്പും ഒക്കെയാണ്.
അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടത് ഈ പുസ്തകങ്ങൾ എത്രമാത്രം ആവശ്യക്കാർ ഈ പുസ്തകങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. മാഷ്ടെ കേരളോദയം പോലുള്ള പുസ്തകങ്ങൾ ഇന്നും എല്ലാ യൂണിവേഴ്സിറ്റികളിലെ സംസ്കൃത വിഷയങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ പഠിക്കുന്ന ഒരു ടെക്സ്റ്റാണ് മാഷ്ടെ ഗവേഷണ വിഷയമായിട്ടുള്ള കേരളോദയം എന്നുള്ളത്. അതിനുശേഷം എഴുതിയിട്ടുള്ള കേരളോദയത്തെ കുറിച്ച് മാഷ് എഴുതിയിട്ടുള്ള മറ്റൊന്ന് ഒരു പഠനമുണ്ട്. അതും ഇതുപോലെ തന്നെ ഗവേഷണ രംഗത്തേക്ക് ഇറങ്ങുന്നവർക്ക്, കേരളത്തിന്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് അറിയേണ്ടവർക്ക് എല്ലാം തന്നെ ഒരു റെഫറൻസ് ടെക്സ്റ്റ് തന്നെയാണ്. അങ്ങനെ അനവധി പുസ്തകങ്ങളുടെ രചയിതാവായിട്ടുള്ള മാഷ്ടെ 6 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പുസ്തക പ്രകാശനത്തിനായി ഡോക്ടർ കെ മുത്തുലക്ഷ്മി ടീച്ചർ, നമ്മളുടെ പ്രൊവിസി ആയിട്ടുള്ള മുത്തുലക്ഷ്മി ടീച്ചറെ ക്ഷണിക്കുന്നു. ടീച്ചറും ഇതുപോലെ തന്നെ രചനാ രംഗത്ത്, പുസ്തക രചനാ രംഗത്തും അതുപോലെയുള്ള പ്രഭാഷണ രംഗത്തും എന്നും പ്രശസ്തയായിട്ടുള്ള ആളാണ്. വേദാന്ത വിഭാഗത്തിന്റെ HOD ആയിരുന്നു മുൻകാലങ്ങളിൽ. അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുള്ള മുത്തുലക്ഷ്മി ടീച്ചറെ സ്നേഹാദരങ്ങളോടെ പുസ്തക പ്രകാശനത്തിനായിട്ട് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മളുടെ ഇന്നത്തെ അതിഥിയായിട്ടുള്ള മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി സാറാണ്. സാർ ഒരു വാക്ക് തിരിപ്പോയതാണ്, സോറി, ക്ഷമിക്കണം. സ്വീകരിക്കുന്നത് മുത്തുലക്ഷ്മി ടീച്ചർ. വിവാഹം പോലെയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷയായിട്ടുള്ള ഡോക്ടർ KR അംബിക, ഈ യോഗം, ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ LB നാരായണൻ സർ, ഇന്ന് ഇവിടെ പ്രഭാഷണം ഡോക്ടർ മാഷ് ഏർപ്പെടുത്തിയ, ടീച്ചർ ഏർപ്പെടുത്തിയ എൻഡോമെന്റ് പ്രഭാഷണം നിർവഹിക്കാൻ വന്ന ശ്രീ MA ബേബി, പ്രിയപ്പെട്ട ഡോക്ടർ മാഷ് സ്വാഗതം പറഞ്ഞു. ഡോക്ടർ മേനി നന്ദി പറയുന്ന പത്മദാസ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. സാഹിത്യ വിഭാഗം സംഘടിപ്പിക്കുന്ന ഈ ഒരു എൻഡോമെന്റ് പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. അത് പല കാരണങ്ങളാലാണ്. ഒന്ന്, ഡോക്ടർ മാഷ് എഴുതിയ 6 പുസ്തകങ്ങളുടെ പ്രകാശനമായതുകൊണ്ടും കൂടി അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. എപ്പോഴും ഞാൻ കുട്ടികളോടും പറയാറുള്ളതാണ്, പുസ്തക പ്രകാശനം ചടങ്ങ് എല്ലാം ഭംഗിയായി നിർവഹിക്കും. അതിനുശേഷം അടുത്ത ഒരു പരിപാടിയായിട്ട് ആ പുസ്തകത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ച കൂടി വെക്കണമെന്ന് ഞാൻ പറയാറുള്ളതാണ്. ഒരു ലേഖന സമാഹാരം പ്രകാശനം ചെയ്താൽ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് അതിലെ ഓരോ ലേഖനവും എടുത്ത് ചർച്ച ചെയ്യുന്ന രീതിയിലുള്ള പരിപാടി കൂടി സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറയാറുള്ളതാണ്. അതുപോലെ തീർച്ചയായിട്ടും ഡോക്ടർ മാഷ് ഒരു മാതൃകയാണ്. പുസ്തക അക്കാഡമിക് രംഗത്തും മറ്റ് സംഘടനാ രംഗത്തും ഭരണരംഗത്തും അതുപോലെ പുസ്തകം എഴുതുന്ന രംഗത്തും പുസ്തക രചനാ രംഗത്തും ഒരു മാതൃകയാണ്. മാഷിന്റെ ഒരു ഔദ്യോഗികമായ ഭരണ നിർവഹണ കാലത്തിന് ശേഷവും വളരെ സജീവമായി പുസ്തക രചനാ രംഗത്തുണ്ട് എന്നുള്ളത്
വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സംസ്കൃത വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളതാണ്, കേരളത്തിലെ ഒരു മുഖ്യധാര വൈജ്ഞാനിക വ്യവഹാരങ്ങളിൽ എവിടെയാണ് സംസ്കൃതം കടന്നു വരുന്നത്, അത് എങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്, അത് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ടോ, അത് അതിൻ്റെ സമഗ്രതയിലും പൂർണ്ണതയിലുമാണോ അവതരിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ എല്ലായ്പ്പോഴും എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഉണിത്തിരി മാഷെ പോലെയും മടാട്ട് മാഷെ പോലെയുള്ളവരുടെയും ഒരു മാർഗം, അത് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർഗം അവരുടെ പിന്നാലെ വരുന്ന നമുക്കൊക്കെ വളരെ മാതൃകാപരം തന്നെയാണ്. ഈ പ്രകാശനം, ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട 6 പുസ്തകങ്ങളിൽ ദർശനവുമായി ബന്ധപ്പെട്ടതാണ് അധികം പുസ്തകങ്ങളും. നേരത്തെ ഇവിടെ പറഞ്ഞു, ദർശനം എന്നുള്ളത് മാഷിന്റെ ഒരു അന്വേഷണ വിഷയങ്ങളിൽ പ്രാധാന്യം ഉള്ള ഒന്നാണ്. അതേപോലെ ദേശീയതയുമായി ബന്ധപ്പെട്ട, ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ശംഭു ശർമ്മയുടെ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ഖണ്ഡകാവ്യങ്ങൾ. അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്, സ്വാതന്ത്ര്യ സമരത്തിനെ അടിസ്ഥാനമാക്കിയുള്ള സംസ്കൃത കൃതികളുമായി ബന്ധപ്പെട്ടതാണ് ഒരു പുസ്തകം എന്ന് പറയുന്നത്. അതൊന്നും വേണ്ട രീതിയിൽ പഠിക്കപ്പെട്ടിട്ടില്ല, ആ രീതിയിലൊന്നും പഠിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ ഉപനിഷത് ദർശനമായാലും ബുദ്ധനെ കുറിച്ചായാലും ഭഗവത്ഗീതയെ കുറിച്ചായാലും എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ പലപ്പോഴും ഒരു ഭാഗികമല്ലാത്ത പഠനം ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എങ്കിൽ പോലും ഞാൻ പറയാണ്, വേണ്ടത്ര കൃത്യതയോടുകൂടി അല്ല അവതരിപ്പിക്കപ്പെടുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മാഷെ പോലെയുള്ളവരുടെ ഈ രചനകൾ നമുക്ക് വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നവയാണ്. അടാട്ട് മാഷ് ഇതിൽ പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഉപനിഷത് ദർശന പുനർവിചാരമൊക്കെ ഉള്ളത് ഞാൻ പലവട്ടം വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. മാർക്സിസവും ഭഗവത്ഗീതയും എന്നുള്ളതും വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ചില പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഒരു ദർശനത്തിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമുണ്ട്. മാഷ് ഈ പുസ്തകങ്ങളിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളോട് നമുക്ക് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ഭാഗികമായി യോജിക്കാം, എന്ത് വേണമെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാം. പക്ഷേ ആ പുസ്തകങ്ങൾ നിർവഹിക്കുന്ന ഒരു ധർമ്മം എന്ന് പറയുന്നത് ആ പുസ്തകങ്ങൾ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ദേവി പ്രസാദ് ചതോപാധ്യായയുടെ ഇന്ത്യൻ ദർശന, പ്രത്യേകിച്ച് ലോകായുധ ദർശനത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനം ഇംഗ്ലീഷിലുണ്ട്. ഉണിത്തിരി മാഷിന്റെ ആ വഴിക്കുള്ള രചനകളൊക്കെ ഉണ്ട്. അതിനെ തുടർന്ന് ആ വഴിക്കുള്ള ഒരു ശ്രമങ്ങളായിട്ടാണ് നമ്മൾ അടാട്ട് മാഷിന്റെ ഈ പുസ്തക രചനകളെ കാണേണ്ടതുണ്ട്. ഈ എല്ലാ പുസ്തകങ്ങളുടെയും വായന നമ്മളെ പ്രേരിപ്പിക്കുന്നത് പുതിയ ചിന്തകളിലേക്ക് കടക്കാനാണ്. ഒരു ആത്മവിമർശനം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ അങ്ങനെ തന്നെയാണോ സ്വീകരിക്കേണ്ടത്, അതിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉന്നയിക്കാനാവും, ആ രീതിയിലൊക്കെ ആലോചിക്കാനായിട്ട് മാസ്റ്റർ പുസ്തകങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്കൃത വിജ്ഞാനി രംഗത്തേക്ക് മാഷിന്റെ ഒരു സംഭാവനയാണ് അത്തരം ശ്രമങ്ങളെല്ലാം. അതുകൊണ്ട് വലിയൊരു സന്തോഷമുണ്ട്. എനിക്ക് കുട്ടികളോടൊരു അഭ്യർത്ഥനയുള്ളത്, പുസ്തകം പ്രകാശനം ചെയ്ത് എല്ലാവരും ചായ കുടിച്ചു ഇന്ന് പോകരുത് എന്നുള്ളതല്ല, പക്ഷേ ഈ പുസ്തക പ്രകാശന രംഗത്തിന്, ഈ പുസ്തക പ്രകാശന ചടങ്ങിനൊരു തുടർച്ച ഉണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾ ഇതിലെ ഓരോ പുസ്തകം എടുത്ത് വായിക്കണം. വായിച്ചില്ലെങ്കിൽ പുസ്തക പ്രകാശനം കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഓരോ പുസ്തകം എടുത്ത് വായിക്കുകയും, ഓരോ ഡിപ്പാർട്ട്മെന്റിലും റിസർച്ച് ഫോറങ്ങൾ ഉണ്ടാവുമല്ലോ, കുട്ടികളുടെ സംഘടനകൾ ഉണ്ടാവുമല്ലോ, ആ ഗ്രൂപ്പുകളിൽ, ആ ചർച്ചാവേദികളിൽ അടുത്ത ഒരു മാസത്തേക്ക് ഓരോരോ ആഴ്ചകളിലായിട്ട് ഈ ഓരോ പുസ്തകവും എടുത്ത് ചർച്ച ചെയ്യൂ. അത് ഒരു കൃത്യമായൊരു മത്സരത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊന്നുമല്ലല്ലോ. നമ്മൾ എന്താണ് ആ പുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലായത് എന്നുള്ളത് അവതരിപ്പിക്കുകയും മറ്റുള്ളവർ ചർച്ചകളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു രീതിയിൽ എല്ലാ വിഭാഗങ്ങളിലെയും ഗവേഷകരൊക്കെ ചേർന്നുകൊണ്ട് അത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതാണ്. അപ്പോൾ
അത് അങ്ങനെയായിരിക്കണം നമ്മൾ ഈ അടാട്ട് മാഷെ പോലെയുള്ള അവർ നടത്തുന്ന പരിശ്രമങ്ങളുടെ ഒരു തുടർച്ച നമ്മളിലൂടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇത്തരം തുടർച്ചകൾ ആണ് ഉണ്ടാവേണ്ടത്. അത് ആ പുസ്തകങ്ങളോട് ഇടപെട്ടുകൊണ്ടും ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടും അതിനെ പറ്റിയുള്ള സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടും വേണമെങ്കിൽ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടും തന്നെയാണ് ഈ ഇത്തരം പരിശ്രമങ്ങൾക്ക് അവയെ ആദരിക്കേണ്ടത് അങ്ങനെയാണ്, അവയെ ബഹുമാനിക്കേണ്ടത് അങ്ങനെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ 6 പുസ്തകങ്ങളെ കുറിച്ചുമുള്ളൊരു ചർച്ച അതാത് വിഭാഗങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് എന്നുള്ളൊരു അപേക്ഷയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എന്നെ ഇതിനെ ക്ഷണിച്ച സാഹിത്യ വിഭാഗത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. പറഞ്ഞ വാക്കുകൾ തീർച്ചയായും സാഹിത്യ വിഭാഗം ഏറ്റെടുക്കുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ ആഴ്ചകളിലും ബുധനാഴ്ചകളിൽ സെമിനാർ നടക്കുന്നുണ്ട്. വീക്ക്ലി സെമിനാർ എന്ന രീതിയിൽ നടക്കുന്നുണ്ട് റിസർച്ച് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ. തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അത്തരം ചർച്ചകൾ, നിരൂപണങ്ങൾ എല്ലാം തയ്യാറാക്കാം. അടുത്ത പരിപാടി ഇന്നത്തെ മുഖ്യ വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ദർശനവും പ്രസക്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ബഹുമാന്യനായ MA ബേബി സർ ഇന്ന് നമുക്ക് പറയും. സാറിൻ്റെ വാക്കുകൾക്കായിട്ട് സ്വാഗതം ചെയ്യും. ബഹുമാന്യായ അധ്യക്ഷ ഡോക്ടർ KR അംബിക, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രത്യേകിച്ച് വളരെ പ്രിയപ്പെട്ട സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ, ആദ്യമായി ഞാൻ ഡോക്ടർ ധർമ്മരാജൻ അടാട്ടിനോട് നന്ദി പറയുകയാണ്. ഇവിടെ വന്ന് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്നത്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ദർശനവും പ്രസക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ യഥാർത്ഥത്തിൽ നിങ്ങൾ എന്നെ ഇവിടെ ക്ഷണിച്ചുകൊണ്ടുവരേണ്ട ആ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഇത് വളരെ ആഴത്തിൽ ഭംഗിയായി അവതരിപ്പിക്കാൻ ഇവിടെ ആവശ്യം പോലെ ആളുണ്ട്. വൈസ് ചാൻസലർ ഡോക്ടർ MV നാരായൺ, ഡോക്ടർ സുനിൽ POE, പേര് കൂടുതൽ പറഞ്ഞത് ഞാൻ സമയം കളയുന്നില്ല. അപ്പം എന്നോടുള്ള ഒരു സ്നേഹവും, വിദ്യാർത്ഥി ജീവിതകാലത്ത് എൻ്റെയും ബെറ്റിയുടെയും സുഹൃത്തായിരുന്നു ഡോക്ടർ ധർമ്മരാജൻ അടാട്ട്. അതിനെ പ്രതിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് എന്ന കാര്യം എൻ്റെ വാക്കുകൾ കേൾക്കാൻ നിർബന്ധരായി തീർന്ന് നിങ്ങൾക്കൊരു ആശ്വാസസൂചകമായോ അല്ലെങ്കിൽ ഇതിൽ എൻ്റെ ഉത്തരവാദിത്വം ഭാഗ്യം മാത്രമാണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നിയമം, ഭരണഘടന, അതിൻ്റെ ആമുഖം, ഇതെല്ലാം മുമ്പ് നമ്മൾ വിചാരിച്ചിരുന്നതിനേക്കാൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും വ്യവഹാരത്തിലും പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈസ് ചാൻസലർമാർ സർവകലാശാലയിലെ പ്രവർത്തനം സർവകലാശാലകൾക്ക് നാഥനുണ്ടായിരിക്കുമോ എന്നുവരെ ഉണ്ടാവും. ഇതെല്ലാം ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെ എല്ലാ നിയമങ്ങളും ഉണ്ടാവേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന് വെച്ച് നോക്കുമ്പോൾ രാജ്യത്തെ നിയമങ്ങളെ ആസ്പദമാക്കി ഗവൺമെന്റുകൾ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും പുറപ്പെടുവിക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറുകൾ, അതാണ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്, ഉപനിയമങ്ങൾ, അത് പാർലമെന്റ്
പാർലമെന്റോ അസംബ്ലിയോ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് പാർലമെന്റോ അസംബ്ലിയോ അറിഞ്ഞിരിക്കണമെന്നാണ് സമ്പ്രദായം. കാര്യം അടിസ്ഥാന നിയമത്തിൽ നിന്നും വ്യത്യസ്തമല്ല, വിരുദ്ധമല്ല ആ നിയമത്തിന് ഉപനിയമങ്ങൾ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഉറപ്പാക്കാൻ വേണ്ടി സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ പാർലമെന്റ് മേശപ്പുറത്ത് വെക്കണം 6 മാസത്തിനകം, അസംബ്ലിയുടെ മേശപ്പുറത്ത് വെക്കണം. പക്ഷെ ഇതിപ്പോ സർവകലാശാലയാണ്. സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വൈസ് ചാൻസലറുടെയും എല്ലാം ജീവിതത്തെ, വിദ്യാഭ്യാസ ജീവിതത്തെ നേരിട്ട് ബാധിക്കുകയാണ് നിയമങ്ങൾ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരുപക്ഷെ ലോകത്ത് ഒരു ഭരണഘടനയുടെ ആമുഖവും ഇതുപോലെ വ്യാപകമായി വായിക്കപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ മുമ്പ് ഈ ആമുഖം വായിക്കുന്ന കൂട്ടം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒത്തുകൂടലുണ്ടായിട്ടുണ്ടാകും. തെരുവുകളിൽ ഒക്കെ ഈ ആമുഖം ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട, സമചിത്തതയോടുകൂടി പരിശോധിക്കേണ്ട, വൈകാരികമായിട്ടല്ല, സമചിത്തതയോടുകൂടി പരിശോധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, അതിന്റെ ദർശനവും പ്രസക്തിയും എന്നുള്ളതിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ മുന്നോടിയായി ഭരണഘടനയുടെ പ്രസക്തി എന്താണ്, ഭരണഘടനകളുടെ പ്രസക്തി, ഭരണഘടനകൾ എങ്ങനെയൊക്കെ ആകാം, ഇത് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഓരോരുത്തർക്കും. ഇതിനെക്കുറിച്ച് വായിക്കാനും പഠിക്കാനുള്ള ഒരു അവസരമാണ്. ഇപ്പോ നമ്മൾ ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ബ്രിട്ടീഷ് മാതൃകയെ നമ്മൾ വലിയ തോതിൽ ആശ്രയിച്ചിട്ടുണ്ട്. 1935 ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. ഒരു ദുരന്തം എന്ന് പറയുന്നത് അന്നൊക്കെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങൾ വേറെ പേരുകൾ ഇപ്പോഴും തുടരുന്നു. അത് ജനാധിപത്യത്തിന് ഹാനികരമായ വിധത്തിൽ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട്. അത് വേറെ വിഷയം. പക്ഷേ ബ്രിട്ടീഷ് ഭരണവ്യവസ്ഥയെ നിയമങ്ങളെയും നമ്മൾ വലിയ തോതിൽ ആശ്രയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടന്റെ അനുഭവം എന്താ? ബ്രിട്ടൻ എഴുതപ്പെട്ട ഒരു ഭരണഘടനയില്ല. പാർലമെന്റ് ഓരോ സമയത്ത് പാസ്സാക്കുന്നതോ അതാണ് നിയമം. മാഗ്നാ കാർട്ട മുതലുള്ള നമുക്ക് പ്രസ്തവമായി ഓർമ്മയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, ഇവിടെ പല നിയമങ്ങളെയും പാർലമെന്റ്, സുപ്രീം കോടതി പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തെക്കുറിച്ച് അതിന്റെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ഘടന, അതിനെതിരാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവുകളുണ്ട്. പിന്നെ കോടതികളോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി പറയുകയാണ്, പലപ്പോഴും കോടതികൾ നൽകുന്ന വ്യാഖ്യാനങ്ങൾ വിചിത്രങ്ങളാണ്. പക്ഷെ ഇംഗ്ലണ്ടിന്റെ അനുഭവം എന്താ? ആ കോട്ടക്ഷനാണ് ഞാനിത് പറയുന്നത്. ഇംഗ്ലണ്ടിൽ പാർലമെന്റ് പാസ്സാക്കുന്നതിനെ കോടതി കൊടുക്കില്ല. പാർലമെന്റാണ്, എഴുതപ്പെട്ട ഭരണഘടനയില്ല. പാർലമെന്റ് എന്ത് പാസ്സാക്കുന്നു അതാണ് അവസാനമാക്കുന്നത്. പാർലമെന്റിന്റെ തീരുമാനങ്ങൾ, പാർലമെന്റ് ഓരോ സമയത്തും നിർമ്മിക്കുന്ന നിയമങ്ങളുടെ മേൽ അവിടുത്തെ കോടതി സംവിധാനം ഇടപെടേണ്ട ആവശ്യമില്ല. പ്രിയാമ്പിളിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അത് നമ്മളെല്ലാം വളരെ ആവേശത്തോടു കൂടി പറയുന്ന ഒരു ഭാഗമുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ജനങ്ങൾ, നമ്മൾ, അതൊക്കെ വായിച്ചേക്കാൻ ഒരു അടിസ്ഥാനമായിട്ട് ആ ഭാഗത്തെ കുറച്ചറിയുന്നതാണ്. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും എന്നാണ്, ഓൾ സിറ്റിസൺസ് എന്നാണ്. പൗരന്മാർക്ക് എന്ന് പറയുന്നതിനകത്തൊരു അഹങ്കരിക്ക് തോന്നുന്നത് പൗരർക്ക് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്ന് തോന്നുന്നു. എനിക്കല്ലാതെ കഴിക്കാൻ പറ്റില്ല കാര്യം. ഇത് ഔദ്യോഗികമായിട്ടുള്ള മലയാള പരിഭാഷയാണ്, അതിന് കമ്മിറ്റിയൊക്കെ ഉണ്ട്. അതിനകത്ത് മാറ്റം വരുത്തിയ പ്രശ്നം. അതുകൊണ്ട് ഇത് രണ്ടും ഞാൻ പറയുക, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അഥവാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, തടിവരയിടുക, നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം അവിടെ അടിവരയിടണം. സ്ഥാനമാനങ്ങൾ,
അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നടപ്പാക്കുമെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഓരോരുത്തരും കാവൽ നിൽക്കുക കൂടി ചെയ്യും എന്നൊന്നും കൂടെ വേണമെങ്കിൽ ഇത് തുടർച്ചയായിട്ട് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഭരണഘടനാ ഭേദഗതി ഇവിടെ അവതരിപ്പിക്കില്ല. ഇതിൽ ഈ സാഹോദര്യമൊക്കെ വരുമ്പോ, സാഹോദര്യം എന്നുള്ള പ്രയോഗം വരുമ്പോ അത് ഫ്രാറ്റേണിറ്റിയാണ്. ഫ്രാൻസിൽ നിന്നാണ്. വിക്ടർ ഹ്യൂഗോ വരും, പാവങ്ങൾ വരും. അത് വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും ശ്രീനാരായണ ഗുരുസ്വാമി വരും. ഈ സാഹോദര്യം വളരെ മഹത്തായ ആശയങ്ങളുള്ള, അർത്ഥഗംഭീരമായ, മനുഷ്യന്റെ സമൂഹത്തിന്റെ ജീവിതത്തിൽ സ്പന്ദിക്കേണ്ട, നിരന്തരം ജീവിക്കേണ്ട, നിരന്തരം വികസിക്കേണ്ട, പുരോഗമിക്കേണ്ട ആശയങ്ങളാണ്. എന്നാൽ നമ്മളെ ആവേശം പിടിപ്പിക്കുന്ന ഈ ആശയങ്ങൾ പലതും മുമ്പ് പലയിടത്തും ഫ്രാൻസിൽ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി. വി ദ പീപ്പിൾ ഓഫ് പീപ്പിൾ എന്ന് തുടങ്ങുന്നത് അമേരിക്കൻ ഭരണഘടന തുടങ്ങുന്നതാണ്. എന്നാണത് 3 നൂറ്റാണ്ട് മുമ്പാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് അമേരിക്കൻ ഭരണഘടന രൂപപ്പെടുന്നത്. എന്നാൽ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ കൗതുകരമായ ഒരു കാര്യമുണ്ട്. ഈ തീയതിയും അമേരിക്കൻ ഭരണഘടനയെ പറയുന്നുണ്ട്, പ്രിയാമ്പിളിന്റെ, നമ്മള് നവംബർ. പക്ഷെ അവിടെ പറയുന്നത് ഇൻ ദ ഇയർ ഓഫ് ദ ലോർഡ്, വർഷം പറയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഭേദൈവം ഒരു വിഷയമാണ്. അമേരിക്കൻ സമൂഹം സെക്കുലറാണ് എന്നെല്ലാം പറയുമ്പോഴും ബൈബിൾ തൊട്ടുകൊണ്ടാണ് അവിടെ പ്രസിഡന്റുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നുള്ള വളരെ വലിയൊരു വിരോധാഭാസമുണ്ട്. പക്ഷെ ജീവിതത്തിൽ ബ്ലാക്ക് ലൈവ് മാറ്റേഴ്സ് തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങളോട് വേണ്ടി വന്നു എന്നുള്ളത് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരുപാട് തലങ്ങളിൽ ആധുനിക സെക്കുലർ രാഷ്ട്രമാകാൻ അമേരിക്കയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂട്ടത്തിൽ പറയുകയാണ്. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ അപാകത എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ചില ആളുകൾ സംഘടിതമായി ചില കോണിൽ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞാൽ ചോദ്യം സംസ്കൃതത്തിലായി പോയി. സംസ്കൃത സർവകലാശാലയിൽ ഒരു ചോദ്യം. ഞാൻ ഉദ്ദേശിക്കും ഈ ഭരണഘടന മാറ്റണം, ഈ ഭരണഘടനയ്ക്ക് വലിയ കുഴപ്പമുണ്ട് എന്ന് പറയുന്നൊരു കൂട്ടർ പറയുന്നത് മനുസ്മൃതിയിലെ ആശയങ്ങൾ ഈ ഭരണഘടനയിൽ എവിടെയാണുള്ളത്? അതിനെ ആസ്പദമാക്കിയല്ലേ ഈ ഭരണഘടന ഉണ്ടാകേണ്ടിയിരുന്നത് എന്ന് പറയുന്നൊരു കൂട്ടർ. അപ്പോൾ ഇവിടെ വരുന്ന ഒരു വിഷയം, ഭരണഘടനയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ടോ, ഉണ്ടാവാമോ? ആ അടിസ്ഥാന ഘടനയ്ക്ക് ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന് അംഗീകരിക്കാൻ സാധ്യമല്ലാത്ത, കഴിയാത്ത എന്തെങ്കിലും അപാകതകളുണ്ടോ? മനുസ്മൃതിയെ ആസ്പദമാക്കിക്കൊണ്ടാണോ ഇന്ത്യൻ ഭരണഘടന പുതുക്കി എഴുതേണ്ടത്? ഇതൊരു അജണ്ടയാണ്. ഇന്ത്യൻ ഭരണഘടന പുതുക്കി എഴുതേണ്ടതുണ്ട്. അതിന് മുഖ്യമായി ആശ്രയിക്കേണ്ടത് മനുസ്മൃതിയാണ് എന്ന് പറഞ്ഞൊരു ആശയം വരുന്നു. ഇങ്ങനെ ആശയം വരുമ്പോൾ ജനാധിപത്യ മതേതര സമൂഹത്തിന്റെ പുരോഗതി ഇച്ഛിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിന്റെ കാരണങ്ങളൊന്നും ഞാൻ വിശദീകരിക്കേണ്ടത് നിങ്ങളോട്. കാര്യം ഇതെല്ലാം സംസ്കൃതത്തിലാണുള്ളത്. ഞാൻ ആ സംസ്കൃതം ഉച്ചരിക്കാൻ ശ്രമിച്ച് തെറ്റി ഇതൊക്കെ ചിരിക്കാനുള്ള അവസരം തരണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ത്രീ സമത്വത്തിന്റെ വിഷയം മുതൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്നുള്ളതാണല്ലോ ഏറ്റവും ആദ്യം പറയുക. ചാതുർവർണ്ണ്യത്തെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഗീതയിലുണ്ട്. അപ്പൊ ഒരു പ്രത്യേക തരത്തിൽ ഇന്ത്യയെ പുതുക്കി വാർക്കാൻ ശ്രമിക്കുന്നവർ ഈ ഭരണഘടനയ്ക്ക് നേരെ നടത്താൻ ശ്രമിക്കുന്ന ഇടപെടലുകൾ, അതിന്റെ ആമുഖം മുതൽ ഉള്ള കാര്യങ്ങളിൽ ഉയർത്തുന്ന ചിലപ്പോൾ യുക്തിയുക്തമാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള വാദങ്ങൾ, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ വ്യക്തവിലെത്തേണ്ട ഒരു കാര്യം,
ഇപ്പോഴുള്ള ഇന്ത്യൻ ഭരണഘടന യാതൊരു മാറ്റങ്ങളും വരുത്താൻ പാടില്ലാത്ത ഒരു സംഭവമാണെന്ന് നമുക്ക് കരുതാൻ പറ്റും. ഒരു ഭരണഘടനയെ കുറിച്ചും അങ്ങനെ കരുതാൻ പറ്റും. അവിടെയാണ് ഭരണഘടന ഓരോ കാലഘട്ടത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഒരു അമേരിക്കൻ ചിന്തകൻ ഓരോ തലമുറയും ഓരോ പുതിയ ഭരണഘടന ആവശ്യപ്പെടും എന്ന മറ്റൊരു വാദ്യം പറഞ്ഞു. വിശ്വാസിക്കുകയാണ്. പക്ഷേ അമേരിക്കൻ ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുക്കുന്ന ഘട്ടത്തിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം 1787 18-ാം നൂറ്റാണ്ട്. നമ്മളിപ്പോ 21-ാം നൂറ്റാണ്ടിനാണ്. 20ന്റെ പുറകിൽ 21-ാം നൂറ്റാണ്ടിലാണ് നമ്മളിപ്പോൾ. 21-ാം നൂറ്റാണ്ടിന്റെ പുറകിൽ 20-ാം നൂറ്റാണ്ട്, അതിന്റെ പുറകിൽ 19-ാം നൂറ്റാണ്ട്, അതിൻ്റെയും പിറകിലുള്ള 18-ാം നൂറ്റാണ്ട്. എന്താണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ നീണ്ടമായ ഞാൻ എഴുതുന്നത് പലതും എനിക്ക് നിലക്ക് വായിക്കാൻ ശ്രമിക്കുന്നു, കിട്ടിയില്ല. അഡ്വാൻസായിട്ട് ഞാൻ യാത്രകളില്ല. ആദ്യത്തെ ദീർഘമായൊരു വാദ്യമാണ്. ശ്രദ്ധിച്ചിരുന്നാലേ അതിനർത്ഥം സാരാംശം പറയാം. I confess that I do not entirely approve of this constitution at present, but sir, I am not sure I shall never approve it. ആദ്യം പറഞ്ഞത് വിപരീതമായിട്ടാണ്. ഞാനിത് അംഗീകരിക്കുന്നില്ല, പക്ഷേ ഞാനിത് ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. വീണ്ടും കോമയാണ്. But sir, I am not sure I shall never approve it. 4. Because having lived long, I have experienced many instances of being obliged by better information or fuller consideration to change opinions, even on important subjects which I once thought right but found to be otherwise. അപ്പോൾ കുറെ കാലം ദീർഘകാലം ജീവിച്ചിരുന്ന ഒരാളാണ്, അനുഭവങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ശരിയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്ന ചില കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ പുതിയ അനുഭവങ്ങൾ, അതുമായി ലഭിച്ച പുതിയ ഇൻഫർമേഷൻ, അതുമായി ബന്ധപ്പെട്ട് കിട്ടിയ പുതിയ വിവരങ്ങളും വസ്തുതകളും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശരിയെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന പലതും തെറ്റാണ് എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. ഈ ശരി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് വാദിക്കുന്ന ചിലരെ കുറിച്ച് അദ്ദേഹം പറയും, ഫ്രഞ്ച് ലേഡി who in a little dispute with her sister said, but the quotation ആണ് സഹോദരി, but I meet with nobody but myself that is always in the right. എപ്പോഴും ശരി മാത്രം ചെയ്യുന്നവരെ എനിക്ക് ഞാനല്ലാതെ മറ്റൊരാളെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മനുഷ്യന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെ. അപ്പൊ ഭരണഘടനയോട് നമ്മൾ എടുക്കേണ്ട സമീപനം ഇതൊരിക്കലും മാറ്റാൻ പാടില്ലാത്തതല്ല. ഫ്രഞ്ച് ഉദാഹരണം പറഞ്ഞു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തന്നെ തന്റെ പ്രസംഗത്തിൽ. വളരെ മനോഹരമായ ചെറിയൊരു പ്രസംഗമാണ്, വളരെ കൗതുകരമായിട്ട് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചത്. അപ്പോൾ ഭരണഘടന സാക്രോസാക്ട് ആണ്, അതിലൊരിക്കലും ഒരു മാറ്റം വരുത്തിക്കൂടാ എന്ന സമീപനം അയുക്തികമാണ് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ വ്യക്തമാക്കണം. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി തന്നെ, മിക്കവാറും എല്ലാ ഭരണഘടനാ നിർമ്മാണ സമിതികളും തന്നെ ഏത് നിലപാടിലെത്തിയിട്ടുണ്ട്? ഈ ഭരണഘടന ഭാവിയിൽ മാറ്റേണ്ടി വരാൻ പലതും. ഇന്ത്യൻ ഭരണഘടനയിലാണെങ്കിൽ 368-ാം വകുപ്പ് ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാമെന്നതിനെ കുറിച്ച് അതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്. അതിവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ വ്യാപകമായി ചർച്ചകൾ നടത്താൻ ഇടയായ സാഹചര്യത്തിൽ ഒരു വാദഗതി ചിലർ ഗൗരവമായി ഉന്നയിക്കുന്നുണ്ട്. ഈ ആമുഖത്തിൽ തന്നെ 2-3 കൂട്ടിച്ചേർക്കലുകൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്.
ഭരണഘടന നിർമ്മാണ സഭയിൽ അതിൻ്റെ വകുപ്പുകളെല്ലാം ചർച്ച ചെയ്തതിനു ശേഷമാണ് ഈ ആമുഖം പരിഗണിക്കുന്നത്. അതും പശ്ചാത്തലമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. മൗലികാവകാശങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇങ്ങനെ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ മുഴുവൻ ചർച്ച ചെയ്ത് അംഗീകരിച്ചതിന് ശേഷമാണ് ആമുഖം ചർച്ചയ്ക്കെടുക്കുന്നത്. ആമുഖം ചർച്ചയ്ക്കെടുക്കുമ്പോൾ അന്ന് ചർച്ച ചെയ്ത് അംഗീകരിച്ചപ്പോൾ സ്ഥിതി സമത്വം എന്നതില്ല, മതനിരപേക്ഷത എന്നതില്ല എന്നാണ് ചിലർ ഉന്നയിക്കുന്ന വാദം. അതിന് മറ്റു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടനയിലാകെ വ്യാപിച്ചു കിടക്കുന്ന ആശയങ്ങളാണ്. സമത്വപൂർണമായ ഒരു സമൂഹമായി നമ്മൾ മാറ്റണം. ഇക്വാളിറ്റി എന്നുള്ളത് ഈ ആമുഖത്തിൽ തന്നെ വേറെ ഭാഗത്തുണ്ട്, തുല്യത എന്നുള്ളതുണ്ട്. അത് സമത്വപൂർണമായ ഒരു സമൂഹ നിർമ്മിതി എന്ന ആശയമായി എടുത്തു പറയുകയാണ്. അതിനുള്ള ആശയം എടുത്ത് ആവർത്തിച്ചു പറയുന്നു. മതനിരപേക്ഷത ഒട്ടേറെ മറ്റു വകുപ്പുകളിൽ വന്നതാണ്. ഇവിടെ ദൈവത്തെ പരാമർശിച്ചുകൊണ്ട് വേണം ഇത് തുടങ്ങാൻ എന്ന മിസ്റ്റർ കമ്മത്തിന്റെ ഭേദഗതി, ആ ഭേദഗതി മിസ്റ്റർ കമ്മത്ത് അവതരിപ്പിക്കുമ്പോൾ കമ്മത്തിന്റെ പ്രഭാഷണത്തിൽ തന്നെയുണ്ട് നമ്മൾ മതനിരപേക്ഷത അംഗീകരിച്ചു കഴിഞ്ഞു, പക്ഷെ ദൈവനാമത്തിൽ വേണം. ഏത് ദൈവത്തിന്റെ നാമത്തിലാണ് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്ത രൂപത്തിൽ വിശ്വസിക്കുന്ന ആ പരമകാരുണികനായ എന്ന് പറഞ്ഞിട്ടൊരു വാദം മാളവി അവതരിപ്പിക്കുന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പം ഈ പുതുതായി കൂട്ടിച്ചേർത്തു ആമുഖത്തിൽ ആദ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കത്തിന്റെ ഭാഗമാണ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന ലാഹോർ കോൺഗ്രസിലാണ് ഭാവി ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള ഗൗരവപൂർണമായ ആദ്യത്തെ ഒരു ചർച്ച. അപ്പോൾ ദീർഘമായ ചരിത്രം ഇന്ത്യൻ ഭരണഘടന നിർമ്മിതിക്കൊണ്ട് എന്നുള്ളത് കാരണം അതിൽ മുന്നോട്ട് വെക്കപ്പെട്ട ആശയമാണ് സമത്വപൂർണമായ സമൂഹമായിരിക്കണം, മതരാഷ്ട്രമല്ല മതനിരപേക്ഷമായ രാഷ്ട്രമായിരിക്കണം എന്ന ഈ ആശയങ്ങൾ ഭരണഘടനയുടെ മറ്റു വകുപ്പുകളിലാകെയുണ്ടായി. അപ്പോഴാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ആവശ്യം ദൈവനാമത്തിൽ വേണം ഈ ഭരണഘടന ആരംഭിക്കാൻ. അപ്പോൾ വി ദ പീപ്പിൾ, ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങുന്നതിന് പകരം ദൈവനാമത്തിൽ വേണം എന്ന വലിയൊരു ആവശ്യമുണ്ട്. അതിൽ അന്നത്തെയും ഇന്നത്തെയും ഇന്ത്യയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. അത് നമ്മൾ അംഗീകരിക്കുക. അത് ഭൂരിപക്ഷത്തിന്റെ വിശ്വാസമാണോ വേണ്ടത്? ഒരു ഗൗരവമുള്ള വിഷയമാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം ദൈവവിശ്വാസമില്ലായിരിക്കും. ഞാൻ ഊഹിക്കുകയാണ്. അങ്ങനെ ചെറിയ ഊഹിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ദൈവവിശ്വാസം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ദൈവം യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, സത്യമാണ് ദൈവം. എന്താണ് സത്യം? നിങ്ങൾ സത്യത്തിന്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ, ദൈവം സത്യമാണെന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് ശ്രീ സുൽപിയുടെ പറഞ്ഞിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ ചോദ്യം, നമ്മളൊരു രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ ഏത് വിശ്വാസമാണ് ഉൾക്കൊള്ളിക്കേണ്ടത്? ഇത് ചർച്ച ചെയ്യുമ്പം നമ്മളിപ്പോ കാണുന്ന ഒരു കാര്യം, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചർച്ചയിലൂടെ ഇത് വോട്ടിടേണ്ടി വന്നു. ഇപ്പൊ പൂർണിമ ബാനർജി എന്ന് പറയുന്ന ഒരു മഹതിയാണ്, സ്ത്രീകളാണ് ഏറ്റവും നന്നായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നത്. ദൈവത്തെ നമ്മൾ വോട്ടിലിട്ട് തീരുമാനം എടുക്കരുത്, അത് മോശമാണ് എന്നൊക്കെ വാദിച്ചു നോക്കി. തിരുവിതാംകൂറിന്റെ പ്രതിനിധിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ശ്രീ പട്ടംതാണുപിള്ള, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഈ ആമുഖത്തിന്റെ തുടക്കം എങ്ങനെ വേണം എന്നതുമായി ബന്ധപ്പെട്ടത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വിശ്വാസിയാണ്. അദ്ദേഹം പ്രജാസോഷ്യലിസ്റ്റ് പാർട്ടി ആളാണ്, പക്ഷെ ദൈവവിശ്വാസിയാണ്. പക്ഷേ ദൈവത്തിന്റെ പേര് ഇവിടെ വരാൻ പാടില്ല. എന്തുകൊണ്ട്? മൗലികാവകാശങ്ങൾ അനുച്ഛേദം 14 എല്ലാതരം വിശ്വാസങ്ങളും, മതവിശ്വാസവും
ബന്ധമുക്തമായ വിശ്വാസത്തിലും എല്ലാമുള്ള സ്വാതന്ത്ര്യമാണ്. എല്ലാതരം വിശ്വാസങ്ങൾക്കുമുള്ള സബ്ജക്ട് ടു പബ്ലിക് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള സേവിംഗ് ക്ലോസ് ഉണ്ട്. അപ്പോൾ പട്ടംതാനുള്ള വാദിച്ചു, ഞാൻ വിശ്വാസിയാണെങ്കിലും ദൈവത്തെ ഇവിടെ കൊണ്ടുവരില്ല എന്ന് വാദിച്ചു. പിന്നീട് വന്ന വാദം കൂടുതൽ ഇതുപോലെ തന്നെ പ്രബലമായ വാദം. ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്റെ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അവിടെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടവർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, ദൃഢപ്രതിജ്ഞ എടുക്കേണ്ടവർക്ക് ദൃഢപ്രതിജ്ഞ എടുക്കാം. അതിന് അവസരം നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇവിടെ ദൈവത്തെ കൊണ്ടുവരുന്നത് നമ്മൾ ഇതിനകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ വ്യവസ്ഥയുമായി ഇടഞ്ഞു നിൽക്കും, അതുമായി പൊരുത്തപ്പെട്ട് നിൽക്കുകയില്ല. ഈ നിലയിലാണ് അവിടെ ഇതു സംബന്ധിച്ച ചർച്ച നടന്നത് എന്നുള്ളത് പ്രധാനമാണ്. അതിന്മേൽ നടന്ന വോട്ടിങ്ങിൽ 68 പേർ ഇന്നത്തെ രൂപത്തിലുള്ള ആമുഖത്തിന് വേണ്ടിയും 41 പേർ അതല്ല ദൈവനാമത്തിൽ വേണം ഇത് തുടങ്ങാൻ എന്ന നിലപാടിലും കൂട്ടി. ഇവിടെ എനിക്ക് പ്രിയപ്പെട്ട ഒരു രാജ്യത്തിലേക്ക് പെട്ടെന്ന് ഞാൻ പോവുകയാണ്. ക്യൂബൻ ഭരണഘടനയിൽ ഇതുപോലെ കൗതുകകരമായ ഒരു വിഷയമുണ്ടായി. ഒരു ഘട്ടത്തിൽ ക്യൂബൻ ഭരണഘടന ആ രാജ്യത്തെ ക്യൂബ ഈസ് ആൻ എത്തീസ്റ്റ് സ്റ്റേറ്റ്, ഇതൊരു നിരീശ്വര രാഷ്ട്രമാണ് എന്ന് നിർവചിക്കുന്ന വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചിരുന്നു ക്യൂബയുടെ ഭരണഘടന. ദൈവനാമത്തിൽ തുടങ്ങണമെന്ന് പറയുന്നത് പോലെ തന്നെയുള്ള അബദ്ധമാണ് ഒരു രാജ്യം ഒരു നിരീശ്വര രാഷ്ട്രമാണെന്ന് പറയുന്നത്. എനിക്ക് വലിയ അനുഭവമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യം എടുത്തൊരു നിലപാട് ശരിയല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അതെനിക്ക് വളരെ ധൈര്യപൂർവ്വം പറയാം, കാരണം അവർ തന്നെ അത് ബോധ്യപ്പെട്ട് തിരുത്തിയിട്ടുണ്ട്. പിന്നീട് ക്യൂബ നിരീശ്വര രാഷ്ട്രമാണ് എന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായ ഒരു സമീപനം, ആധുനിക സമൂഹത്തിൽ, ഒരു പ്രബുദ്ധ സമൂഹത്തിൽ വിശ്വാസം ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. ആ സമൂഹം ജനാധിപത്യ സമൂഹമാണെങ്കിൽ വിശ്വാസം ഓരോ വ്യക്തിയുടെയും സ്വകാര്യ അവകാശമാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന മറ്റൊരു ഭേദഗതി വളരെ പ്രസക്തമാണ്. ഇത് ചർച്ച ചെയ്യുമ്പോഴാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മതം അല്ല രാഷ്ട്രത്തെ നിർവചിക്കുന്ന ഘടകം, ദേശീയതയാണ്. അദ്ദേഹം വളരെ വിശദമായി അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. തജ്മുൽ ഹുസൈൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇടപെട്ട് പറഞ്ഞ കാര്യം നമ്മൾ അക്കാദമികമായി മാത്രം മനസ്സിലാക്കേണ്ടതാണ്. ഇന്നിപ്പോൾ അതിന് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതിൽ ചില ആശയങ്ങളുണ്ട്. വിശ്വാസ സ്വാതന്ത്ര്യം സ്വകാര്യമായിരിക്കണം എന്ന വളരെ അടിസ്ഥാനപരമായ ഒരു ആവശ്യം ശക്തമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉന്നയിച്ചത് തജ്മൽ ഹുസൈനാണ്. പക്ഷെ അതിനുശേഷം മുന്നോട്ട് വെച്ചതിലെ ആശയങ്ങൾ ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെയും ലോക സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും തജ്മൽ ഹുസൈൻ്റെ നിർദ്ദേശം പ്രവർത്തിക്കുക എന്ന ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറയുന്നത്. മതവിശ്വാസം ഉൾപ്പെടെ സ്വകാര്യമായിരിക്കണം, അത് പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കപ്പെടരുത് എന്ന പൊതുതത്വം ശരി. എന്നിട്ട് പറഞ്ഞത് ഒരാളിന്റെ മതം തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള പേരുകളാകരുത് ഭാവിയിൽ വ്യക്തികൾ സ്വീകരിക്കേണ്ടത്. ഒരു പേരുകൾ കേട്ടാൽ, അപ്പൊ എനിക്ക് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പലരും ഇങ്ങനെ എൻ്റെ പേര് കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ തോന്നുന്നു ഞാൻ ചോദിക്കുക. ഞാൻ വെറുതെ പറയുന്നില്ല. വിദേശ രാജ്യത്ത് വെച്ചായിരുന്നു ഒരു അംബാസിഡറായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ, അംബാസിഡറായിട്ട് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ പറഞ്ഞ ഒരുപാട് സമയങ്ങൾ സംസാരിച്ചിരുന്നിട്ട് ഉത്തരേന്ത്യക്കാരിയാണ്, സ്ത്രീയാണ്. ഇത് ചോദിക്കാൻ എങ്ങനെ ചോദിക്കും? അപ്പം അവസാനം ഒരു ബുദ്ധിമതിയാണ്. സ്ത്രീകൾ ബുദ്ധിമതികളാണ്. പേര് മുഴുവൻ പേരെന്ന് പറയും. മുഴുവൻ പേര് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. മരിയാൻ അലക്സാണ്ടർ ആശ്വാസമായി ഒരു സംശയ നിവാരണ പദ്ധതി. തജ്മൽ ഹുസൈൻ വാദിക്കുന്നത്
പേരിൽ നിന്ന് മതം തിരിച്ചറിയാൻ കഴിയരുത്. അത് പക്ഷേ ഓരോരുത്തരും അച്ഛനും അമ്മയും അമ്മാവനും മുത്തശ്ശനും കൂടെ ആണല്ലോ പേരിടുന്നത്. അവരുടെ മുമ്പിൽ ഭരണഘടനയെ പറയാൻ പറ്റും, ഭരണഘടനയിലൂടെ. പക്ഷെ അവരുടെ വാദമാണ് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് അവര് മതം സൃഷ്ടിക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് അവർ പറയുന്നത്. പിന്നെ അവർ പറയുന്നില്ല ഇപ്പൊ നമുക്ക് യോജിക്കാൻ കഴിയില്ല, ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ അവർ പറഞ്ഞത് വസ്ത്രധാരണം, അതിൽ നിന്നും മതം കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പം സിഖുകാർക്ക് താടിയും തലപ്പാവും, എന്നെ കണ്ടാൽ കാഴ്ചയിൽ തന്നെ പരിചയമില്ലാത്തവർ വരെ ഏത് മതമാണെന്നുള്ളതിനെ കുറിച്ച് ഞങ്ങളൊക്കെ വൈസ് ചാൻസലറിനെയും ഒക്കെ തീരുമാനിച്ചു. ഈ താടിയും കുറ്റിത്താടിയും കാണുമ്പോഴത്തേക്ക് തോന്നുന്നില്ല. തജ്മൽ ഹുസൈൻ വാദിച്ചത് വസ്ത്രധാരണ രീതി, പേര്, ഇതിൽ നിന്നൊന്നും മതം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ചർച്ചകൾ നമ്മൾ വിശദമായി പഠിക്കുന്നത്. ഒരുപാട് ആശയങ്ങളുണ്ട്, സ്വീകരിക്കാവുന്നതും സംശയപൂർവ്വം മാറ്റിവെക്കേണ്ടതും. ഇന്നിപ്പോ വസ്ത്രധാരണത്തിനുള്ള അവകാശം മൗലികാവകാശമാണ്. എവിടെങ്കിലും പിന്നെ പൊട്ടുതൊടാനുള്ള അവകാശവും പൊട്ടുതൊടാതിരിക്കാനുള്ള അവകാശവും, പെൺകുട്ടികൾക്ക് മുടി നീട്ടി വളർത്താനുള്ള അവകാശവും മുടി ക്രോപ്പ് ചെയ്യാനുള്ള അവകാശവും. ഇപ്പൊ ഇറാനിൽ നടക്കുന്ന സമരം, ഇറാനിലെ പിന്നെ ഫുട്ബോൾ കളിക്കാൻ അതിനോട് ഐക്യദാർഢ്യം കിട്ടിയ ആവശ്യമില്ല ആ സമയത്ത്. അപ്പം വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് സാമൂഹികമായ നിലപാടുകൾ, സമരഭരിതമായ നിലപാടുകൾ ലോകത്ത് സംഭവിക്കുന്നു. ഇപ്പോ നമ്മുടെ NS മാധവന്റെ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ നമ്മളെയൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്നതാണ്. ആ കഥ ശശികുമാർ സിനിമയാക്കിയപ്പോൾ, കായാന്തരൻ എന്ന പേരിൽ സിനിമയാക്കിയപ്പോൾ, അതൊക്കെ ഇപ്പം യൂട്യൂബിലോ നെറ്റ്ഫ്ലിക്സിലോ കിട്ടുമായിരിക്കും കാണാൻ. അതിൽ ഒരു സിഖ് സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അയാള് സാധാരണ ഷേവ് ചെയ്ത് ടെമ്പിളൊന്നും വെക്കാൻ അങ്ങനെ നടന്ന ഒരാളാണ്. പക്ഷെ തൻ്റെ സമൂഹത്തിൽപ്പെട്ടവരെ വേട്ടയാടുന്നത് കാണുമ്പോൾ അയാൾ താടി വളർത്താൻ തുടങ്ങുകയാണ്. പ്രതിഷേധിക്കണം, സമരം ചെയ്യണം, എൻ്റെ ഐഡന്റിറ്റി, എൻ്റെ മതപരമായ ഐഡന്റിറ്റി അത് ഞാൻ സ്ഥാപിക്കും, എനിക്ക് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ. അപ്പോൾ മതവും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ആശയങ്ങളുമായി യോജിച്ചും വിയോജിച്ചും വലിയ ചർച്ച, ഇൻഫോംഡ് ആയിട്ടുള്ള ഡിബേറ്റ്, സ്വന്തം നിലപാടിൽ നിന്നുകൊണ്ടുള്ള സംവാദം ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്നിരുന്നു. അതിൽ ഞാൻ മതവിശ്വാസിയും ദൈവവിശ്വാസിയുമാണെങ്കിലും അത് നമ്മുടെ ഭരണഘടനയിൽ കൊണ്ടുവന്നുകൂടാ. വിശ്വസിക്കാനുള്ള അവകാശവും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശവും ഉണ്ടാകണമെന്ന് വാദിച്ച നമ്മുടെ തിരുവിതാംകൂറിൽ നിന്നുള്ള പട്ടംതാണിലുള്ള മുതൽ വ്യത്യസ്ത ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മതം സ്വകാര്യമായിരിക്കണം, മതം ദ്യോതിപ്പിക്കുന്ന, മതം വിളിച്ചു പറയുന്ന വസ്ത്രമോ വസ്ത്രധാരണ രീതിയോ പേരോ ഒന്നും തന്നെ പാടില്ല എന്നെല്ലാമുള്ള വാദങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉയർന്നു വന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഏറ്റവും ഉദാത്തമായ ആശയങ്ങൾ, ആ ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ സഹായകമായ വകുപ്പുകളാണ് പിന്നീട് വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് പഴുതുകളുണ്ടായി. ആ പഴുതുകളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഇന്നത്തെ ഈ ചർച്ചയ്ക്ക് അതിൻ്റെ വിഷയത്തിന് പുറത്താകുമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ ബലഹീനതയിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞൊരു കാര്യം, നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമാണ്. ലോകത്തെ മറ്റു ഭരണഘടനകളിലെ ഉജ്ജ്വലങ്ങളായ ഒരുപാട് ആശയങ്ങൾ ഈ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെല്ലാം ഭരണഘടനയിൽ നിന്നും ഒഴിവാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി മനുസ്മൃതിയാവണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആധാരമാവേണ്ടത് എന്ന മറ്റുള്ള ശക്തമായ നീക്കങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഭരണഘടനയിലുള്ള നന്മകൾ, ഭരണഘടനയിലുള്ള പുരോഗമനപരമായ അംശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണഘടനയ്ക്കുള്ള ദൗർബല്യങ്ങളുടെയും പോരായ്മകളുടെയും ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഒരെണ്ണം മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ലോകം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങളുടെ സാർവദേശീയ കരാറുകൾ ദേശരാഷ്ട്രങ്ങളുടെ സ്വയം ഓട്ടോണമിയെ, സോവറിറ്റിയെ, പരമാധികാരത്തെ ഒക്കെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യം. ലോകത്ത് മറ്റൊരുപാട് ഭരണഘടനകൾ ആ വിഷയത്തിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്? സാർവദേശീയ കരാറുകൾ ദേശരാഷ്ട്ര പാർലമെന്റുകളോ പാർലമെന്ററി സമിതികളോ അംഗീകരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. നമ്മൾ അന്താരാഷ്ട്ര കരാറുകൾ ഒപ്പിട്ടാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇന്ത്യയിൽ അത് സ്വാഭാവികമായിട്ട് നടപ്പാവുകയാണ്. എന്നാൽ അമേരിക്കയിൽ അത് സ്വാഭാവികമായിട്ട് നടപ്പാവില്ല. അതിന് ഏറ്റവും പ്രസിദ്ധമായ ഒരു ഉദാഹരണമുണ്ട്. ലീഗ് ഓഫ് നേഷൻസ് അമേരിക്ക കൂടി സഹകരിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടതാണ്. പക്ഷെ ലീഗ് ഓഫ് നേഷൻസ് പ്രവർത്തിച്ചില്ല. എന്തുകൊണ്ട്? ലീഗ് ഓഫ് നേഷൻസിന്റെ ഘടന സംബന്ധിച്ച കാര്യങ്ങൾ അമേരിക്കൻ സെനറ്റ് ചർച്ച ചെയ്തപ്പോൾ അമേരിക്കൻ സെനറ്റ് അംഗീകരിച്ചില്ല. അമേരിക്ക അംഗീകരിക്കാത്ത ഒരു ലീഗ് ഓഫ് നേഷൻസ് നിലനിന്നിട്ട് കാര്യമാണ്. ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും ആ രാജ്യം ഒപ്പിട്ട ഒരു അന്താരാഷ്ട്ര കരാർ നിലവിൽ വരണമെങ്കിൽ ആ രാജ്യത്തിന്റെ പാർലമെന്റോ ആ രാജ്യത്തിന്റെ ഒരു പാർലമെന്റ് സമിതിയോ അത് റാറ്റിഫൈ ചെയ്യണം. റാറ്റിഫിക്കേഷൻ പ്രൊവിഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയിൽ അതില്ല. ഇന്ത്യയുടെ ഭരണഘടനയിൽ അതില്ലെന്ന് മാത്രമല്ല, അതാണ് കൂടുതൽ കൗതുകകരം. ഇന്ത്യൻ ഭരണഘടനയിലെ ഒരു വകുപ്പനുസരിച്ച് അന്താരാഷ്ട്ര കരാറുകൾ നടപ്പാക്കാൻ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഭേദഗതി ചെയ്യണം എന്ന നിർദ്ദേശം. അപ്പൊ അന്താരാഷ്ട്ര കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതെങ്കിലും ഒരു പ്രൊവിഷൻ അതിന് തടസ്സം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വകുപ്പ് ഭരണഘടനയിൽ ഭേദഗതി വരുത്താൻ ഇന്ത്യ തയ്യാറാവണം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഒരു കാലഘട്ടത്തിന്റെ ഉൽപ്പന്നമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഉദാത്തമായ ആശയങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ വേണ്ടി ആമുഖത്തിൽ പറയുന്ന എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, സമത്വം ഇതെല്ലാം ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നാണ് ആമുഖത്തിൽ പറയുന്നത്. ആ ശ്രമം ഇന്ന് എവിടത്തിൽ നിൽക്കുന്നു? അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നമുക്കെല്ലാം അതിനെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായമുണ്ട്. ഇവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മിതിയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ BR അംബേദ്കറുടെ വളരെ പ്രസിദ്ധമായ പ്രസംഗമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ. നവംബർ 26-ാം തീയതിയാണ് 1949. അതിൽ ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തെയും ഒക്കെ വിമർശിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ അംബേദ്കറുടെ ആ പ്രസംഗത്തിന്റെ ഹൃദയം ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്വം ആദ്യം പറയുന്നു. ജാതിയോ മതമോ സാമ്പത്തികമായ അവസ്ഥയോ ഒന്നും നോക്കാതെ ഇന്ത്യയിലെ സ്ത്രീ പുരുഷന്മാർക്ക് പ്രായപൂർത്തി വോട്ടവകാശം നൽകുന്നു. അത് രാഷ്ട്രീയ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു നേട്ടമാണ്. തൊട്ടുകൂടായ്മയും എല്ലാവർക്കും, ബ്രാഹ്മണനും തൊട്ടുകൂടാത്തവർ എന്ന് പറയുന്നവർക്കും വോട്ടിനൊരേ വിലയാണ്. അതിസമ്പന്നനും പരമദരിദ്രനും വോട്ടിനൊരേ മൂല്യമാണ്. വോട്ടെണ്ണപ്പോൾ ഓരോ വ്യക്തിയുടെയും വോട്ടിനൊരേ വിലയാണ് എന്നുള്ളതിന്റെ പ്രാധാന്യം പറഞ്ഞിട്ട് പറയുന്നു. പക്ഷേ സാമൂഹിക ജീവിതത്തിൽ ഭീമമായ അന്തരം നിലനിൽക്കുന്നു, ചൂഷണം നിലനിൽക്കുന്നു, അടിച്ചമർത്തൽ നിലനിൽക്കുന്നു. സാമ്പത്തിക ജീവിതത്തിന് ഇതുണ്ട്. അങ്ങനെ ഒരു പുതിയ വൈരുദ്ധ്യത്തിന്റെ ലോകത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. എ വേൾഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഇത് പരിഹരിക്കണം. യഥാർത്ഥത്തിൽ ഈ ആമുഖത്തിലുള്ള മഹത്തായ ആശയങ്ങൾ, അതിൽ വെള്ളം ചേർക്കാൻ, അതിൽ മാലിന്യം ചേർക്കാൻ
ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നവരെ എതിർക്കുമ്പോൾ ഈ ഭരണഘടനയുടെ പുരോഗമനപരവും ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ ആശയങ്ങളെ മുറുകെ പിടിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി പൊരുതുകയും ചെയ്യുമ്പോൾ തന്നെ ആ സമരത്തിന്റെ തന്നെ തുടർച്ചയാണ് ഈ ആമുഖത്തിന്റെ ദർശനം. അത് ഇന്ത്യയിൽ പൂർണ്ണമായി പ്രാവർത്തികമായിട്ടില്ല. ആശയങ്ങളായിട്ട് നിൽക്കുകയാണ്. അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ് ഈ ആമുഖത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്, അതിന്റെ ദാർശനിക തലത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച. ആശയലോകത്തുള്ള ഒരു പോരാട്ടമാണ്. ഈ ആശയം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ബോധമായി തീരുമ്പോൾ ആ മാറ്റം ഉണ്ടാകും. ഇപ്പോഴും ബോധമായി തീർന്നിട്ടില്ല. ഇപ്പൊ അത് ബോധമായി തീർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അപകടം ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കത്തിലെ ജനാധിപത്യപരവും പുരോഗമനപരവുമായ ആശയങ്ങൾക്കെതിരായിട്ടുള്ള പ്രചാരവേലകൾ. നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി നടക്കുന്ന പരിശ്രമങ്ങൾ വലിയ വിഭാഗം ജനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു കോമൺ സെൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു സാമാന്യ ബോധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും പരോക്ഷമായി ഈ മനുവാദം, സവർണാധിപത്യം, ആ പേരിലല്ല, മറ്റു പേരുകളിൽ ഈ ആശയങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആമുഖത്തെ കുറിച്ചുള്ള ചർച്ച, അതിന്റെ പ്രസക്തി അതത്രത്തോളം മാനവികമാണെന്ന്, ഇത്തരം ആശയങ്ങൾ ഇന്ത്യ ലോകത്തിന് ഒരുപാട് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലോകത്തിൽ നിന്ന് ഇന്ത്യ ഒരുപാട് ആശയങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആശയങ്ങളുടെ സ്വീകരിക്കലും നൽകലും സമൂഹം നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബുദ്ധമതം ലോകത്തിന് നൽകിയത് ഇന്ത്യ, ബുദ്ധന്റെ ആശയങ്ങൾ ലോകത്തിന് നൽകിയത് ഇന്ത്യ. അപ്പോ ഇതിന്റെ ആമുഖത്തിലുള്ള ചില ആശയങ്ങൾ ഫ്രാൻസിൽ നിന്ന് എടുത്തതാണ്, അമേരിക്കയിൽ നിന്ന് എടുത്തതാണ് എന്നെല്ലാമുള്ള തരത്തിലുള്ള വാദങ്ങൾ. ഇന്ത്യയുടെ മനുസ്മൃതി ഉണ്ടല്ലോ, അതിൽ നിന്ന് എടുത്തു നിങ്ങൾ എന്നുള്ള ചോദ്യം ഇത് പുതിയ രൂപത്തിൽ വരികയാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ഭരണപരമായ വലിയൊരു ഉത്തരവാദിത്വത്തിലിരിക്കുന്ന വ്യക്തി, നമുക്കറിയാം, കേരളത്തിന്റെ ഗവർണർ, അദ്ദേഹം പറഞ്ഞു വിദേശത്ത് നിന്നുള്ള ആശയങ്ങളുടെ പിന്നാലെ നടക്കുന്ന കുറെ ആളുകളുണ്ട്, അവരാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ചാൻസലറെ കുറിച്ച് വൈസ് ചാൻസലറുടെ സാന്നിധ്യം പറയാമോ എന്നുള്ള ഒരു ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ലെ, ആശയങ്ങൾ പുറത്തു നിന്നുള്ള ആശയങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ ഡോക്ടർ മുൻജയുടെ ചരിത്രം നോക്കണം. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പോയി മുസോളിനിയെ നേരിട്ട് കണ്ട് എങ്ങനെയാണ് അവിടെ സമൂഹത്തെ സൈന്യവൽക്കരിക്കുകയും അക്രമാസക്തമായ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് പിന്നിൽ ജനങ്ങളെ അണിനിരത്തുകയും ഒക്കെ ചെയ്യുന്നത് മുസോളിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മുസോളിനിയെ നേരിട്ട് കണ്ട് പഠിച്ച് അതനുസരിച്ച് ഇവിടെ തിരിച്ചു സൈനിക അക്കാദമി തുടങ്ങിയ ചരിത്രമെല്ലാം നമുക്കറിയാം. അതിന്റെ രേഖ അദ്ദേഹത്തിന് ഡയറി ഉണ്ട്. എൻ്റെ ഒരു ഡയറി ഞാൻ അത് കുറിച്ച് വെച്ചിട്ടുണ്ട്. മുസോളിനിയെ കണ്ടിട്ട് ഡോക്ടർ മുൻജെ അടുത്ത ദിവസം എഴുതിയിട്ടുള്ളത് എന്നെ കുറിച്ചെല്ലാം അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എന്റെ ചോദിച്ചു, നിങ്ങൾ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അത്ഭുതത്തോടുകൂടിയാണ് ഡോക്ടർ മുൻജെ RSS സ്ഥാപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അപ്പോ ഭരണഘടനയുടെ ആമുഖത്തിന്റെ സമകാലിക പ്രസക്തി, അതിന്റെ ദർശനം, ഒരു രാജ്യത്തിലെ ജനത മുഴുവൻ ഒരുമിച്ച് നടത്തിയ കൊളോണിയൽ വിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധ സമരം, ആ സമരത്തിൽ രൂപപ്പെട്ടു വന്ന ആശയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതിനകത്ത് ഒരുപാട് ഒത്തുതീർപ്പുകളുണ്ട്. അതിന് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിനെ തന്നെ സാമ്പത്തികമായി സഹായിച്ച സമ്പന്ന വിഭാഗങ്ങളുണ്ട്. അവരെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിയില്ല. അവരെല്ലാം ദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കാൻ തങ്ങളുടെ സമ്പത്ത് ഒരു ട്രസ്റ്റിഷിപ്പായിട്ട് സൂക്ഷിക്കണമെന്ന ആശയം മഹാത്മാഗാന്ധിക്കുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഫാമിലി സോഷ്യലിസ്റ്റ്, സാങ്കല്പിക സോഷ്യലിസ്റ്റ് ആയിരുന്നു മഹാത്മാഗാന്ധി. നമുക്കെല്ലാം
എല്ലാവരെയും ഏതെങ്കിലും ഒരു പേരിട്ട് വിളിക്കണമെന്നുള്ളൊരു ബന്ധത്തിലുള്ളതുകൊണ്ട് ഞാൻ ചെയ്തു മാത്രമേ. എന്താ പറയട്ടെ, മഹാത്മാഗാന്ധി എന്താണെന്ന് നമ്മൾ അങ്ങനെ നിർവചിക്കേണ്ടതല്ല. അങ്ങനെ നിർവചിക്കാവുന്ന ഒരു വ്യക്തിത്വമല്ല മഹാത്മാഗാന്ധി. അതിനൊക്കെ അപ്പുറമാണ്. പണ്ഡിറ്റ് നെഹ്റു അംഗീകരിക്കപ്പെട്ട ഫാമിയൻ സോഷ്യലിസ്റ്റാണ് അല്ലേ? സോഷ്യലിസത്തിന്റെ ആശയധാരകൾ ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള ആശങ്കകളുമായിട്ട് ജഗജീവൻ റാം മഹാത്മാഗാന്ധി എത്തുന്ന കണ്ട രംഗമുണ്ട്. അപ്പോഴാണ് ജഗജീവൻ റാമിനോടാണ് മഹാത്മാഗാന്ധി പറയുന്നത്. വളരെ പ്രസിദ്ധമായ സ്വാതന്ത്ര്യ സമര കാലത്തെ കുറിച്ചും മഹാത്മാഗാന്ധിയെ കുറിച്ചും സമത്വപൂർണമായ ഇന്ത്യയുടെ നിർമ്മിതിയെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ധരിക്കാറുള്ളതാണ്. ദരിദ്രരിൽ ദരിദ്രനായ ആ മനുഷ്യൻ, അയാൾക്ക് നിങ്ങളുടെ തീരുമാനം ഏത് തരത്തിൽ പ്രയോജനപ്പെടും എന്ന് നോക്കിയിട്ട് വേണം ഏത് വിഷയത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കാൻ. നിങ്ങൾ മനസ്സിൽ കാണുക, നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും അഴുക്ക് പിടിച്ച മൂലകളിലേക്ക് അടിച്ചു മാറ്റപ്പെട്ട മനുഷ്യരുണ്ട്. പരമദരിദ്രരായ ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൽപ്പെട്ട, അല്ലെങ്കിൽ കുമാരനാശൻ 100 വർഷം മുമ്പ് എഴുതിയ കൃതിയുടെ പേര് ദുരവസ്ഥയിൽ കഴിയുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ മനസ്സിൽ കാണുക, ഈ വിഷയത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം അവർക്ക് ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചുള്ളൂ എന്നുള്ളത്. ഈ ഭാഷയിലല്ല, ദേജീവൻറാമിനോടാണ് പറഞ്ഞു പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ, സംവാദങ്ങൾ, ആശയങ്ങൾ അതിൽ നിന്ന് ഊർന്നുകൂടിയതാണ് ഇന്ത്യൻ ഭരണഘടന. അതിൽ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തത്തിന്റെ ആശയങ്ങളുമുണ്ട്. ഇതെല്ലാം ചേർന്നതാണ്. അപ്പൊ അതിൽ ഭാവി ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ളതിനെ അടിവരയിട്ട് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുക. അതേസമയം ഭരണഘടനയുടെ 368 വകുപ്പുണ്ട്. ആ വകുപ്പ് ഉപയോഗിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ പോരായ്മകൾ തീർക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സാമൂഹിക സാഹചര്യം ഇന്ത്യയിൽ ഭാവിയിൽ രൂപപ്പെട്ടാൽ ഇന്ത്യൻ ഭരണഘടനയെ കൂടുതൽ ജനകീയമാക്കാം, കൂടുതൽ പുരോഗമനപരമാക്കാം. പക്ഷെ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി, എന്തെല്ലാം നന്മകൾ ഈ ഭരണഘടനയിലുണ്ടോ അതിനെ കുത്തിച്ചോർത്തിക്കളയാനുള്ള സംഘടിതമായ ശ്രമങ്ങൾ. ആ ശ്രമങ്ങളാണെങ്കിൽ ഭരണഘടനാ വിരുദ്ധ ചതികളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിന് 368 വകുപ്പിൽ പറയുന്നുണ്ടല്ലോ. ഭരണഘടനയിലെ 370 വകുപ്പ് ഇപ്പൊ ഫലത്തിൽ ഇല്ലാതായിരിക്കുന്ന എങ്ങനെ, അതിനെക്കുറിച്ച് ചർച്ച വന്നു. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. വലിയൊരു ചതിയാണ് പാർലമെന്റ് ഉപയോഗിച്ചുകൊണ്ട്. അതിന്റെ സൂചന ഞാൻ തരാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി പ്രവർത്തിക്കുന്നുണ്ടായി. പക്ഷെ അത് കൂടുതൽ നാൾ അതിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ചർച്ച ചെയ്ത് അംഗീകരിക്കുമ്പോഴും ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അതിന്റെ പ്രവർത്തനം തുടരുകയാണ്. ഇതൊരു പശ്ചാത്തലമായിട്ട് പറയുകയാണ്. ഇനി ഇവിടെ നിന്ന് ഞാൻ വേറെ വിഷയം മാറിപ്പോവുകയാണ്. ഞാൻ കുഴപ്പമില്ല. കാര്യം ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഒരുപാട് നിഷ്കളങ്കരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടൊരു വാദമുണ്ട്. എന്തിനാ ഈ 2 ഭരണഘടന? ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്, ജമ്മു കാശ്മീരിന് ഒരു ഭരണഘടന. അത് ശരിയാണ്. അവർക്കറിയോ, അമേരിക്കയിൽ ഓരോ സംസ്ഥാനത്തിനും ഭരണഘടനയുണ്ട്. ഭരണഘടന സംബന്ധിച്ച് വൈവിധ്യം ലോകത്ത് നടക്കുന്നത് മനസ്സിലാക്കണം. അല്ല അമേരിക്കൻ, അപ്പൊ നിങ്ങൾ അമേരിക്കയിലെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണെന്നല്ല. ഭരണഘടന ഒന്നും കൂടുതലുണ്ടാകും. അമേരിക്കയ്ക്കാകെയുള്ള ഭരണഘടനയെക്കാളും വലിയ ഭരണഘടന ഒരു സംസ്ഥാനത്തിന്. ആ സംസ്ഥാനത്തിന് പേരെയാണ് അലബാമ, ഇതൊരു സ്റ്റേറ്റാണ്. അപ്പൊ ചെന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇത് തന്നെ മോശമാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉള്ളപ്പോൾ പിന്നെ വേറൊരു ഭരണഘടന വേണോ? ഉണ്ട് സുഹൃത്തെ, പല രാജ്യങ്ങൾക്കും ഉണ്ട്. ഇന്ത്യക്ക് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒരു ഭരണഘടന ഉണ്ടായതിന് ചരിത്രപരമായ കാരണങ്ങളുള്ളത് പഠിക്കണം. പക്ഷെ പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പം ചോദ്യം വന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ മുമ്പിൽ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുമ്പിൽ. സർദാർ പട്ടേലും എല്ലാം ഉണ്ടെന്ന്. സർദാർ പട്ടേലിന്റെ വീട്ടിൽ വെച്ചാണ് ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്തത്.
ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട് യോഗം സർദാർ പട്ടേലിനെ ഇപ്പൊ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു രമണ്ണൻ പ്രതിമ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ സർദാർ പട്ടേലിനെ വീട്ടിൽ ചേർന്ന യോഗത്തിൽ ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഈ ആർട്ടിക്കിൾ 370 എന്നുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് വേണ്ടിയുള്ള പ്രത്യേക വ്യവസ്ഥ. അതിലൊരു വ്യവസ്ഥ എന്താണ്? ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്തെല്ലാം പാസ്സാക്കുമോ അത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഒരു ഉത്തരവിലൂടെ ഭരണഘടനയുടെ ഭാഗമാണ്. ചുരുക്കത്തിൽ ലളിതമായി ഞാൻ പറയുക, കാരണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ജോലി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കും. ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ജോലി തീരുന്നവരെ ഇവിടെ കാത്തിരിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രൊവിഷനാണ് താൽക്കാലിക പ്രൊവിഷൻ എന്ന് പറയുന്നത്. ആ കോണ്ടെക്സ്റ്റ് കൂടിയാണ് പലരും പറയുന്നുള്ളൂ 370 താൽക്കാലികമാണ്. അപ്പോ എന്താ, ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യൻ ഭരണഘടനയിൽ ജമ്മു കാശ്മീരിന് വേണ്ടി എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന് ഭാവിയിൽ തീരുമാനിക്കുന്നുവോ അതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 ഭാഗമാകും. എങ്ങനെ? ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാസ്സാക്കി ഇങ്ങോട്ട് വിടുക, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് കൂടി അവതരിപ്പിക്കണം. കാര്യം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിർന്നു കഴിഞ്ഞാൽ പിന്നെ രാജ്യസഭയാണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ളത്. അപ്പൊ രാജ്യസഭയിൽ ഒരു പ്രമേയമായിട്ട് അവതരിപ്പിക്കണം. ജമ്മു ആൻഡ് കാശ്മീർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പാസ്സാക്കിയ കാര്യം രാജ്യസഭ അത് പാസ്സാക്കി കഴിഞ്ഞാൽ പ്രസിഡന്റിന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അത് ഭരണഘടനയുടെ ഭാഗമാകും. ഈ ഒരു പ്രൊവിഷൻ ചരിത്രപരമായി ഉണ്ടായതാണ്. അപ്പൊ 370 വരെ എടുത്തു കളയും എന്നത് ചർച്ച നടക്കും. അപ്പോൾ ഡൽഹിയിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരസ്പരം ചർച്ച ചെയ്യും. അല്ല, അത് 3-2 ഭൂരിപക്ഷമാണല്ലോ. ഇപ്പൊ രാജ്യസഭയിൽ അതില്ല. അതിലവരുണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോഴല്ലേ ഇത് എടുക്കുകയുള്ളൂ. അങ്ങനെ ചർച്ച നടക്കുകയാണ്. അപ്പോഴാണ് ഈ ദിവസം നമ്മുടെ ആഭ്യന്തരമന്ത്രി ഒരു രൂപ ഇട്ടുണ്ട് വെച്ചിട്ടുണ്ട്. പോക്കറ്റിൽ നിന്നൊരു കടലാസ് എടുക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടി പറയണം. അവിടെ ഇങ്ങനെയുള്ള സാങ്കേതിക കാര്യങ്ങളുണ്ട്. പാർലമെന്റിലും നിയമസഭയിലും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറഞ്ഞ BSc ചുരുക്കത്തിൽ പറയും. ഇതിനകത്ത് അവിടെ അടുത്ത ആഴ്ച ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് തലയാഴ്ച വെള്ളിയാഴ്ച പിരിയുന്നതിന് മുമ്പ് BSc കൂടിയിട്ട് തീരുമാനിക്കും. ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടി ഞങ്ങളുടെ ഗവൺമെന്റ് പറയും ഞങ്ങൾക്ക് ഇന്ന നിയമങ്ങളുണ്ട്, പ്രൈവറ്റ് മെമ്പേഴ്സിനുള്ള അവകാശങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരു അടിയന്തര പ്രമേയം അനുവദിക്കണം, ഇന്ന വിഷയങ്ങളുണ്ട്, ആ ശരി പറഞ്ഞാൽ അനുവദിക്കാം. ഇങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ എന്താണ് സഭയിൽ വരാൻ പോകുന്നതെന്നുള്ളത് പ്രതിപക്ഷത്തിന് അറിയാം. ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്താ വരാൻ പോകുന്നതെന്ന് അറിയാം. പ്രതിപക്ഷം എന്താണ് ഉന്നയിക്കാൻ പോകുന്നത് ഗവൺമെന്റ് അറിയാം, അവർക്ക് ഉറപ്പറിയാം. ഇങ്ങനെയാണ് സഭ പ്രവർത്തിക്കുന്നത്. അത് സർക്കുലേറ്റ് ചെയ്യും. BSc യോഗം കൂടിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഇന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നത് മെമ്പർമാർക്ക് സർക്കുലേറ്റ് ചെയ്യും. തലേ ദിവസം യോഗം കൂടുന്നത് നേരത്തെ കിട്ടും. അടിയന്തര ഘട്ടങ്ങളിൽ പാർലമെന്റ് ആണെങ്കിൽ 11 മണിക്കേ കൂടുകയുള്ളൂ. കേരളത്തിലെ നിയമസഭ 8:30 കൂടുവാൻ 9 മണിക്കാണ്. അപ്പോൾ 10 മണിക്ക് ചിലപ്പോൾ അടിയന്തരമായിട്ട് ചില അഡീഷണൽ ബുള്ളറ്റിൻ വരും. അതാണ് സഭയിൽ എടുക്കുക. ഇവിടെ ഇതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. എന്ത് വരുന്നു എന്നുള്ളത് അമിത്ഷാ ആഭ്യന്തരമന്ത്രി എടുത്തിട്ട് വായിക്കുകയാണ്. 370 അനുസരിച്ചുള്ള ജമ്മു കാശ്മീരിന്റെ അവകാശങ്ങൾ എല്ലാം നിർത്തലാക്കാൻ ജമ്മു കാശ്മീർ ഗവർണർ അറിയിച്ചിട്ടുണ്ട്. അത് സഭ അംഗീകരിക്കുന്നു. അവിടെ ബഹളമെല്ലാം ഉണ്ട്. അതിങ്ങനെ ഗവർണർ അംഗീകരിക്കുന്നു. അവിടെയാണ് ഇത് ചെയ്യാൻ വേണ്ടി ഇവർ നിയമസഭ വിളിച്ചുവിടുകയാണ്. അപ്പൊ ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇല്ലാതായതിനെ തുടർന്ന് ജമ്മു കാശ്മീർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അധികാരങ്ങൾ ജമ്മു കാശ്മീർ അസംബ്ലിയിലാണ് നിക്ഷിപ്തമാകുന്നത്. അപ്പൊ അസംബ്ലി പാസ്സാക്കാൻ പറ്റില്ല. കാര്യം അവിടെ ഭൂരിപക്ഷമില്ല. മെഹബൂബാ മുഫ്തിയും BJP കൂടാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും മെഹബൂബാ മുഫ്തി ഇതിന് യോജിക്കില്ല. ജമ്മു കാശ്മീർ അധികാരങ്ങൾ എടുത്തുതരാൻ യോജിക്കില്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? ജമ്മു കാശ്മീർ അസംബ്ലി വിളിച്ചു. അസംബ്ലി ഇല്ലെങ്കിലോ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇല്ലാത്തത് കൊണ്ട് ആ അധികാരം അസംബ്ലിക്ക്, അസംബ്ലി ഇല്ലാതെ പോയാൽ ആ അധികാരം ഗവർണർക്ക്. അപ്പൊ ഇവരുടെ ആജ്ഞാനുവർത്തിയായ ഒരു ഗവർണർ, ഇപ്പൊ ഗവർണർമാർ മിക്കവരും അങ്ങനെയാണല്ലോ പെരുമാറുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഗവർണർമാരെ കുറിച്ച് ചർച്ച ചെയ്ത ഇവിടെ വിഷയമല്ലെങ്കിൽ പോലും ഗവർണർമാരൊക്കെ ഇന്ന് പോലെ ഗവർണർമാരെ പെരുമാറുന്ന പോലെ പെരുമാറിയേക്കുമോ എന്ന സംശയം അവിടെ ഉന്നയിക്കപ്പെട്ടു. അങ്ങനെയല്ല ഉന്നയിക്കുക അല്ലേ ഭാവിയിൽ ഗവർണർമാർ. അപ്പൊ പണ്ഡിറ്റ് നെഹ്റുവോട് കൊടുത്ത അഷുറൻസ് ഉണ്ട്. യാതൊരു തരത്തിലും വിവാദ വിധേയരാകാത്ത
പീപ്പിൾ ഓഫ് ഇംപെക്കബിൾ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാക്കാണ് നെഹ്റു ഉപയോഗിച്ചത്. അങ്ങനെയുള്ളവരെയാണ് ഗവർണർമാരെ ആക്കാൻ പോകുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു കുറെ കാലം. കോൺഗ്രസ് ആണ് ചെയ്തതെങ്കിൽ പോലും പിന്നെ വിവാദത്തിന് വിധേയരാകാത്ത പ്രഗത്ഭരായ പലരെയും നിയോഗിച്ചിട്ടുണ്ട്. പോട്ടെ. അപ്പൊ എന്തായാലും ഗവർണർ ഇത് വാങ്ങി. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉത്തരവാദിത്വം ആണ് ഗവർണർ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇല്ലാത്തതുകൊണ്ട് ഗവർണർ ആ ഉത്തരവാദിത്വം വഹിക്കുന്നു. ഗവർണർ അറിയിച്ചിരിക്കുന്നു. അത് ജമ്മു കാശ്മീർ അസംബ്ലി അറിയിച്ചതിന് സമമാണെന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ എടുത്തിട്ട് വായിക്കുകയാണ്. ബഹളത്തിൽ രാജ്യസഭയിൽ അംഗീകരിച്ചു എന്ന് പറയുന്നു. പ്രസിഡന്റ് ഉത്തരവ് പ്രകടിപ്പിക്കുന്നു. ഇതാണ് ഭരണഘടനാ ചതി എന്ന് ഞാൻ പറഞ്ഞത്. നഗ്നമായ ഭരണഘടനാ ചതി. ഇപ്പൊ പാർലമെന്റിന്റെ അധികാരാവകാശങ്ങൾ നിരന്തരം കയ്യേറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത്തരം ഒരു കാലഘട്ടത്തിലാണ് ആമുഖം. ഭരണഘടനയിലാകെ വ്യാപിച്ചു കിടക്കുന്ന ബഹുഭൂരിപക്ഷം വകുപ്പുകൾ, എല്ലാ വകുപ്പുകളും ഞാൻ പറയുന്നില്ല, വിമർശന വിധേയമാക്കപ്പെടേണ്ട വകുപ്പുകൾ പലതുമുണ്ട്. ജനാധിപത്യ വീക്ഷണത്തിൽ നിന്നുകൊണ്ട്, പുരോഗമന വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ കേന്ദ്രസ്ഥാനത്ത് വെച്ചുകൊണ്ട്, അതാണ് തുടക്കത്തിന്റെ മഹത്വം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നത്തെ നിലയിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന ഈ ഭരണഘടന ഞങ്ങൾ നിർമ്മിച്ച് ഞങ്ങൾക്ക് തന്നെ നൽകുന്നു എന്നുള്ള ആശയം, ആ ആശയം മുഴുവൻ പിടിച്ചുകൊണ്ട് പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന ആശയം, അതാണ് ആമുഖത്തിന്റെ കേന്ദ്ര ദർശനം. പിന്നെ മാനവരാശി ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ പോരാട്ടങ്ങളിലൂടെ വികസിപ്പിച്ചെടുത്ത സമത്വം സംബന്ധിച്ച, സാഹോദര്യം സംബന്ധിച്ച, നീതി സംബന്ധിച്ച, തുല്യത സംബന്ധിച്ച മനുഷ്യന്റെ അന്തസ് അന്തസ് കാസൂക്ഷിക്കുന്നത്. ഈ ആശയങ്ങൾ ഓരോന്നും എത്രമാത്രം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, ആശയപരമായ പോരാട്ടങ്ങൾ നമ്മളറിയാതെ നമ്മുടെ സമൂഹത്തിൽ നമ്മളിലും നമുക്ക് വേണ്ടപ്പെട്ടവരിലും എല്ലാം ഈ വർഗീയതയുടേതായ ആശയങ്ങൾ ഒരു സാമാന്യ യുക്തിയായി, ഒരു സാമാന്യ ബോധമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ മനസ്സുകളിൽ പോകുന്നത്. അതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്. അതിനെതിരെ ജാഗ്രത പാലിക്കാൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും, ലോകത്തെ ഭരണഘടനകൾ എങ്ങനെ പ്രവർത്തിച്ചതിനെ കുറിച്ചുള്ള ആശയങ്ങൾ, ഇതൊന്നും സാക്രോസാക്ട് അല്ല, ഒരു തരത്തിലും മാറ്റപ്പെടാൻ പാടില്ലാത്തതല്ല. വേദവാക്യങ്ങളല്ല, ഖുർആനല്ല, ബൈബിളല്ല. പാകിസ്ഥാന്റെ ഭരണഘടനയിലും ജനതയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. പക്ഷെ ഖുർആന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് മൗലിക ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് അതിനകത്ത് പറയുന്നു. എല്ലാ തരത്തിലുള്ള വിശ്വാസ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കുന്നു എന്ന് പറയുന്നുണ്ട് പാകിസ്ഥാന്റെ ഭരണഘടന ആമുഖത്തിൽ തന്നെ. പക്ഷേ ഖുർആനിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആശയങ്ങൾ, അതാണ് മുഖ്യമായും ഇതിനെല്ലാം നിയന്ത്രിക്കുക എന്നതും ആ ആമുഖത്തിൽ തന്നെ പറയുന്നു. അപ്പൊ ഇതെല്ലാം സംബന്ധിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും സംവാദങ്ങളും നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും ഈ ചിതറിയ ചില ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അവസരം തന്നതിന് സംഘാടകരോട്, ഡോക്ടർ ധർമ്മരാജനോട് വിശേഷിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നമ്മുടെ സർവകലാശാലയിലെ സ്ട്രെങ്തനിങ് ഓഫ് സാൻസ്ക്രിറ്റ് എന്ന കേരളത്തിലെ നോഡൽ ഓഫീസായിട്ടുള്ള സംസ്കൃത സർവകലാശാലയിലെ പല കേന്ദ്രങ്ങളിലും അഡാപ്റ്റ് വർഷം സന്ദർശിക്കാറുണ്ട്. അവിടെയൊക്കെ വിദ്യാർത്ഥികളോട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുന്നിലിരിക്കെ മാഷ് പറയുന്ന ഒരു കാര്യം ആണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ ഭരണഘടനയിലെ വാക്യങ്ങൾ ഇവിടെ നമ്മളോട് ബേബി സാർ പറഞ്ഞത്. വർണ്ണ, ലിംഗ, ജാതി ഭേദമന്യേ എല്ലാവർക്കും സംസ്കൃതം പഠിക്കണം, സംസ്കൃതം പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. ഞാനൊക്കെ അന്ന് അപ്പൊക്കെ വിചാരിക്കും, ഈ കുഞ്ഞു കുട്ടികളോട് മാഷ് എന്താ പറയണേന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ആ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലും അന്നേ മുളയ്ക്കണം ഈ ജാതി വൈരങ്ങൾ ഒഴിവാക്കാനുള്ള ആ ഒരു മനസ്സ് അവർക്കുണ്ടാകട്ടെ എന്നുള്ളതാണ് മാഷിന്റെ ഈ വിദ്യാർത്ഥികളോടുള്ള, കൊച്ചു കുഞ്ഞുങ്ങളോടുള്ള ഒരു നിർദ്ദേശമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്തായാലും ഇന്ന് നമുക്ക് നൽകിയ ഈ പ്രഭാഷണം
നമ്മളോട് സംസ്കൃത വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും ഇത്തരം കാര്യങ്ങളിൽ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. ഭരണഘടനയും അതുപോലെ തന്നെ നമ്മുടെ നിയമ സംഹിതകളും പുരാതന നിയമസംഹിതകളും ഒരു സമരസപ്പെടുത്തിക്കൊണ്ട് എന്താണ് ഉണ്ടായിരുന്നത്, എന്താണ് ഉള്ളത്, എന്താണ് ഇനി ഉണ്ടാകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളിലേക്ക് നൽകുക കൂടിയാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിലൂടെ നടന്നത്. അടുത്തതായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. സംശയങ്ങളെല്ലാവരും ഉള്ളിൽ വെച്ച് സ്വയം ആലോചിക്കുക. അടുത്തതായിട്ട് മറുമൊഴി ധർമ്മരാജ് സാറ് സാറിൻ്റെ രചനകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും നമ്മളുമായിട്ട് സംവദിക്കുന്നതാണ്. വേണം വേണം പക്ഷേ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ദർശനവും പ്രസക്തിയുമെന്ന വളരെ പ്രസക്തമായ ഒരു വിഷയം അതിൻ്റെ ഗൗരവത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നോട്ടീസിലെ മറുപടി എന്ന് പറഞ്ഞ ഒരു ഇവിടെ കണ്ടു. അതെനിക്ക് ഞാൻ വിചാരിച്ചത് ഈ സ്റ്റേജിൽ ഇവിടെ ഇരിക്കണമെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു പേര് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം എന്ന് വെച്ചിട്ട് പേര് വെച്ചതാണെന്നാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കില്ല. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ടീച്ചർ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ടാണ് നിൽക്കുന്നത്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും വളരെ ഗൗരവത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അവസരമുണ്ടായതിൽ വളരെ സന്തോഷമുണ്ട്. അതിനൊരു നിമിത്തമായതിൽ വളരെ സന്തോഷമുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ തയ്യാറാക്കിയ 6 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടു. 2 പുസ്തകങ്ങൾ ആദ്യ പതിപ്പും 4 പുസ്തകങ്ങൾ ആവർത്തന പതിപ്പുമാണ്. പുസ്തക രചനയിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ നിലപാട് അത് ഗതാനുഗതികമായി ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച്, സംസ്കൃത പാരമ്പര്യത്തെക്കുറിച്ച്, ദാർശനിക ചിന്താധാരകളെക്കുറിച്ച് ഒക്കെ ആവർത്തിക്കപ്പെടുന്ന ആശയങ്ങളിൽ നിന്നും തെന്നിമാറി പുതിയ കാലഘട്ടത്തിന് അനുസൃതമായ രീതിയിൽ ഇന്ത്യൻ പാരമ്പര്യത്തെ കാണുവാനും ഇന്ത്യൻ ദർശനത്തെ വിലയിരുത്തുവാനും നാം എങ്ങനെ ഇടപെടണം എന്നതിലേക്കുള്ള ചെറിയ എളിയ ചിന്തകളാണ് ലേഖനങ്ങളായും പുസ്തകങ്ങളായും രൂപപ്പെടുന്നത്. ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളും ആ രീതിയിൽ
ഒരു പുനർവിചാരത്തിന്, ഒരു പുനർവിമർശനത്തിന് ഇന്ത്യൻ പാരമ്പര്യത്തെ, സംസ്കൃത പാരമ്പര്യത്തെ വിധേയമാക്കുന്ന കൃതികളാണ്. അതാണ് പരമമായ സത്യം. അങ്ങനെയാണല്ലോ സംസ്കൃത സർവകലാശാലയാണ് മുത്തലക്ഷ്മി ടീച്ചർ കൊണ്ടിരിക്കുന്നത്. പരമമായ സത്യം, പാരമാർത്ഥിക സത്യം, അങ്ങനെയുള്ള സങ്കല്പമൊന്നും എനിക്കില്ല. ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്. അത് മാത്രമാണ് ശരി എന്നുള്ള ശാഠ്യമൊന്നും എനിക്കില്ല. അത് ശരിയല്ല എന്ന് വളരെ കൃത്യമായി യുക്തിഭദ്രമായി ആരെങ്കിലും സമർത്ഥിച്ചാൽ തിരുത്താൻ ഞാൻ തയ്യാറാണ്. വളരെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം അവസാന വാക്കൊന്നും ആർക്കും പ്രവചിക്കാനായിട്ട് ആവും എന്നെനിക്ക് വിശ്വാസമില്ല. അങ്ങനെ ഒരു വാക്കില്ല. ശാശ്വതമായ, സനാതനമായ, മാറ്റമില്ലാത്തതായ അങ്ങനെ ഒരു സങ്കല്പമേ എൻ്റെ മനസ്സിലില്ല. ഉള്ള സങ്കല്പം സകലതും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമൂഹത്തിനാകമാണ് എല്ലാ ആശയങ്ങളും, സമൂഹമാകമേ നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്നാണ്. ബുദ്ധൻ അങ്ങനെയാണ് പറയുന്നത്. ഇതേ നിലപാടാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാലഘട്ടത്തെ വ്യാഖ്യാനിക്കാനും മാറ്റിമറിക്കാനും അത് വളരെ പ്രധാനമാണ്. ലോകത്തെ വ്യാഖ്യാനിക്കുക എന്നതിലപ്പുറം എങ്ങനെയാണ് ഈ സമൂഹത്തെ മാറ്റിമറിക്കേണ്ടത്, ആ മാറ്റിമറിക്കുന്ന ഉത്തരവാദിത്വം ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അതിലൊരു കണ്ണി എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും, നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം കൃതികൾ രൂപപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അങ്ങനെയാണ് അത് രൂപപ്പെടുന്നത്. കൂടുതൽ ചർച്ച അക്കാര്യങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്കും ആശംസിക്കാനുള്ളത്. ഇതിൽ പങ്കെടുത്ത നമ്മുടെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പരമോന്നത സമിതിയിലെ അംഗം കൂടിയായിട്ടുള്ള സഖാവ് MA ബേബി വളരെ വിശദമായിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതുമായി സഹകരിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ അധികാരികൾ ഇവിടെ പൂർണ്ണ സമയവും വന്നിരുന്ന് അത് കേൾക്കാനിടയായി. ഒരുപാട് സുഹൃത്തുക്കൾ, ജോസ് തെറ്റയിൽ അടക്കമുള്ള മുൻ മന്ത്രിയായിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രി ജോസ് തെറ്റയിൽ അടക്കമുള്ള വന്നിട്ടുണ്ട്. നിരവധി അങ്കമാലി പ്രദേശത്തെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ, ഗവേഷകർ, എല്ലാവരോടും ഉള്ള നന്ദി വളരെ സ്നേഹത്തോടു കൂടി പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി, നമസ്കാരം. ഔപചാരികമായ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ഡോക്ടർ KL പത്മദാസിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ധർമ്മരാജ് അഗാട്ട് എൻഡോമെന്റ് ആദ്യത്തെ പ്രഭാഷണമാണ് നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടും വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ആദ്യത്തെ ഈ പ്രഭാഷണം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വൈസ് ചാൻസലറാണ്. വൈസ് ചാൻസലർക്ക് നമ്മുടെ വിഭാഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയുള്ള പ്രഭാഷണമാണ് നമുക്ക് ഈ പ്രഭാഷണം നടത്തിയത്. മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശ്രീ MA ബേബി സാറാണ്. അദ്ദേഹത്തിനുള്ള നന്ദി പറഞ്ഞുള്ളത്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള പ്രോ വൈസ് ചാൻസലർ മുത്തുലക്ഷ്മി ടീച്ചറുണ്ട്. പ്രൊഫസർ മുത്തുലക്ഷ്മി ടീച്ചർക്ക് സാഹിത്യ വിഭാഗത്തിൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷയായിട്ടുള്ള നമ്മുടെ സാഹിത്യ വിഭാഗത്തിൻ്റെ അധ്യക്ഷയും കൂടിയായിട്ടുള്ള
ഡോക്ടർ KR അംബിക ടീച്ചറിന് ഔപചാരികതയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ചിട്ടുള്ള നമ്മുടെ സർവകലാശാലയുടെ IQAC ഡയറക്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ ടി മിനിക്കുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ മുഴുവൻ സമയം ഇരുന്നിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ധർമ്മരാജ് അഡാട്ടാണ്. അഡാട്ട് മാഷിനോടുള്ള സ്നേഹവും നന്ദിയും ഒക്കെ നമുക്ക് വാക്കുകൾ ഒതുങ്ങുന്നതല്ല. എന്തായാലും ഔപചാരികതയുടെ പേരിൽ ധർമ്മരാജ് അഡാട്ട് മാഷിന് നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇവിടെ നമ്മുടെ ഈ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുത്തിട്ടുള്ള നമ്മുടെ പ്രഗത്ഭരായ ആളുകൾ, പ്രത്യേകിച്ച് ശ്രീ ജോസ് തെറ്റേൽ സാർ, അതുപോലെ തന്നെ കാലടിയിലെ മറ്റ് കലാ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾ, നമ്മുടെ സർവകലാശാലയിലെ അധ്യാപകർ, അനധ്യാപക സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ, ഗവേഷകർ, എല്ലാവർക്കുമുള്ള നന്ദി ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.